ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഒരു മതപ്രസംഗമല്ല. நான் இங்கே பிரசங்கம் பண்ணுகிறது மத பிரசங்கம் அல்ல. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് അല്ല. இங்கே நான் பிரசங்கம் பண்ணுகிற ஒரு அரசியல் பிரசங்கம் அல்ல. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു തത്വചിന്തകമല്ല. நான் இங்கே பிரசங்கம் பண்ணுகிறது தத்துவ சிந்தனைகள் நிறைந்தவைகள் அல்ல. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്താണ്. நான் இன்றைக்கு இரவு பிரசங்கம் பண்ணுகிறது பரலோகத்தில் என்றைக்கும் உறுதிப்படுத்தப்பட்டிருக்கிற பரிசுத்த வேத எழுத்துக்களை ஆதாரமாக்கி. അതുകൊണ്ട് அதனால ഇവിടെ സൗഖ്യങ്ങൾ നടക്കും, இங்கே அற்புதங்கள் நடக்கும். അതുകൊണ്ട് அதனால ഇവിടെ ഭൂതങ്ങൾ വിട്ടോടും, இங்கே பிசாசுகள் அலறி ஓடும். ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. அற்புதங்களும் அடையாளங்களையும் கர்த்தர் நடத்துவார். എന്റെ ക്വാളിഫിക്കേഷൻ അല്ല, என்னுடைய தகுதியினாலே அல்ல. സ്വർഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്ന തിരുവചനം പ്രസംഗിക്കപ്പെടുന്നുണ്ട്. பரலோகத்தில் உறுதிப்படுத்தப்பட்ட பரிசுத்த வசனம் பேசப்படுகிறதுனால എത്ര പേർക്ക് വിശ്വാസമുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீர்கள்? ദൈവാത്മാവ് ഇവിടെയുണ്ട്. தேவன் இந்த இடத்துல இருக்கிறார். നമ്മളെ ഇന്ന് പകൽക്കാലം തൊട്ടിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വിടൂ. இந்த സായങ്കാല கர்த்தர் நம்மை தொட்டுத்தான் அனுப்புவார். ആ പ്രാർത്ഥനയോടെ ഇരുന്നാൽ, നമുക്ക് ജപത്തോടെ ഇരുന്നാൽ ദൈവത്തിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുമാറാകും. தேவனுடைய சத்தத்தை நமக்கு கேட்பார். ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. நான் இப்போதும் ஞாபகத்தில் இருக்கிறது. കേരളത്തിൽ തൃശ്ശൂർ എന്ന പട്ടണത്തിൽ, കേരളത്തിലെ തൃശ്ശൂർ എന്ന പട്ടണത്തിൽ ഒരു മീറ്റിംഗിന് പോയി, ഒരു കൂട്ടத்துக்காக போயிருந்தேன். ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു. தேவனுடைய ஆவியானவர் வல்லமையாய் கிரியை செய்து கொண்டிருந்தார். ആ കൂട്ടത്തിൽ 8 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, அந்த കൂട്ടத்துக்குள்ள 8 വയതുള്ള ഒരു പെൺപിള്ളை, ഒരു പ്രാപ്തിയുമില്ലാത്തൊരു കുഞ്ഞ്, ഒരു திறமையும் இல்லாத ஒரு பிள்ளை ആരാധനയിടയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ദൂതെടുക്കാൻ തുടങ്ങി. ஆராதனையின் மத்தியில கொடுக்கப்பட்ட செய்தி அவள் சொனக்கண்டு ஏற்றெடுத்தாள். അവൾ തുറന്ന് ദൈവത്തിന്റെ ദൂത് സഭയോട് പറയാൻ തുടങ്ങി. உடனே அவள் அந்த செய்தியை சபைக்கு அறிவிக்க ஆரம்பித்தாள். അവിടെ 2 കാര്യം ആ കുഞ്ഞിൽ കൂടെ പറഞ്ഞു. அந்த 2 காரியத்தை அந்த பிள்ளையின் மூலமாய் ஆவியானவர் பேசினார். അവിടെ കൂടിയിരിക്കുന്ന 3 പേർക്ക് 8 വയസ്സുള്ള കുഞ്ഞാ പറയുന്ന അവിടെ കൂടെ 3 കുടുംബത്തിന് തലമുറ തരാൻ പോവുകയാണ്. அந்த கூடியிருந்த 3 குடும்பங்களுக்கு பிள்ளை இல்லாதவர்களுக்கு தலைமுறையை கர்த்தர் கொடுக்க போகிறார் என்று அந்த 8 வயசுள்ள பிள்ளை தீர்க்க தரிசனமாய் சொன்னாள். രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞു. இரண்டாவது காரியமாக இவனமாய் சொன்னாள். ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. ஆவியானுடைய வல்லமையின் கிரியை இந்த இடத்துல வெளிப்பட போகிறது. ഇതിനകത്ത് ചിലത് അഭിഷേകത്താൽ നിറയാൻ പോവുകയാണ്. இந்த இடத்துல சிலர் அநேகரை கர்த்தர் அபிஷேகத்தால் நிறைக்க போகிறார். 8 വയസ്സുള്ള കുഞ്ഞ് ദൂത് പറഞ്ഞപ്പോ, அந்த 8 വയതുള്ള പിള്ളை செய்தியை சொன்னபோது, അത് തീരുന്നതിന് മുൻപ്, அது முடிகிறதுக்கு முன்பாக അതിനകത്ത് അഭിഷേകത്താൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. அதற்குள்ள அபிஷேகத்தினால் எல்லாரும் குதிக்க ஆரம்பித்தார்கள். ഇന്ന് ഞാൻ രാത്രി പറഞ്ഞതിന്റെ സാരം ഇതാ. இந்த இரவு நான் சொன்னதுக்குரிய முடிவுதான். പ്രായത്തിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, வயதுகளுக்கு அப்பால் கிரியை செய்கிற தேவனுடைய பிரசன்னம் ഇന്ന് രാത്രികാലം இந்த இரவு வேளையிலே നമ്മുടെ ഇടയിലും നമ്മുടെ മധ്യയിലും ദൈവ സാന്നിധ്യം വ്യാപരിക്കും. அந்த தெய்வீக பிரசன்னம் கிரியை செய்கிறது. വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവ് തൊടും. விசுவாசிக்கிறவர்களை பரிசுத்தாவியானவர் தொடுவார். ഇതിനകത്ത് ദൈവത്തിന്റെ ചാനൽ വെളിപ്പെടും. இந்த இடத்துல பரிசுத்தாவியானுடைய சானல் கண்டிப்பாக வெளிப்படும். പ്രാർത്ഥനയോടെ ഇരുന്നാട്ട് ஜெபத்தோடு இருப்போமாக. എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നു. எனக்கு தந்த செய்திக்கு நான் கடந்து போக விரும்புகிறேன். യെശയ്യാ പ്രവചനം 41-ാം അധ്യായം, ഐസയ 41, യേശയ്യാ தீர்க்கதரிசியின் புத்தகம் 41வது அதிகாரம். അതിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെ കിടക്കുന്നു. அதோட 10வது வசனம் இவனமாக சொல்லப்படுகிறது. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, நான் ഉന്നോട് കൂടെ இருக்கிறேன். ഭ്രമിച്ചു നോക്കണ്ട, திகையாதே, ഞാൻ നിന്റെ ദൈവമാകുന്നു, நான் உன் தேவன், ഞാൻ നിന്നെ ശക്തീകരിക്കും, நான் உன்னை பலப்படுத்தி, ഞാൻ നിന്നെ സഹായിക്കും, உனக்கு சகாயம் பண்ணுவேன், എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, என் நீதியின் வலங்கரத்தினால் நான் உன்னை தாங்குவேன். എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, என் நீதியின் வலங்கரத்தினால் நான் உன்னை தாங்குவேன். தேசமே പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്. பரிசுத்தாவியிலே நான் ஒரு செய்தி உங்களுக்கு சொல்லுகிறேன். സർവശക്തിയുള്ള ദൈവം വിളിച്ചു പറയുകയാണ്. സർവ വല്ലமை உள்ளவன் இவள்மாக சொல்லுகிறார். എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. என் நீதியின் வலங்கரத்தினால் நான் உன்னை தாங்குவேன் என்று. എങ്ങനെ നാളെ കാണുമെന്ന ചിന്തയോടെ വന്നവരോട് ദൈവത്തിന്റെ ദൂതാണ്. நாளைக்கு நான் எப்படி பார்ப்பேன் என்று சிந்தித்து வந்தவர்களோடு ஆவியானவர் பேசுகிறார். ഞാൻ നിന്റെ ദൈവമാകുന്നു, நான் உன்னுடைய தேவனாய் இருக்கிறேன். ഭ്രമിച്ചു നോക്കണ്ട, திகையாதே, ഞാൻ നിന്നെ ശക്തീകരിക്കും, நான் உன்னை பலப்படுத்தி, എന്റെ ബലമുള്ള കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, என் பலமுள்ள கரங்களினால் உன்னை தாங்குவேன். ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൂത് നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാവിൻ വല്ലമയായ ഒരു ചെയ്തി இந்த இடத்தில் அறிவிக்கிறார். ആരെന്നെ താങ്ങുമെന്ന് ചോദിക്കുന്നവരോട് ദൂത് പറയുകയാണ്. யார் என்னை தாங்குவார் என்று கேட்கிறவர்களோடு ஒரு செய்தியை கொள்கிறார். എന്റെ ബലമുള്ള കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, என் தேவனுடைய பலமுள்ள கரத்தினால் நான் உன்னை தாங்குவேன். അതിന്റെ 13ാമത്തെ വാക്യം, 13வது வசனம், നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ உன் தேவனாய்
கர்த்தராகிய நான் നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് உன் வலது கையை பிடித்து ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. பயப்படாதே நான் உனக்கு துணை நிற்கிறேன் என்று சொல்லுகிறார். ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. பயப்படாதே நான் உனக்கு துணை நிற்கிறேன் என்று சொன்னார். ഞാൻ അതിനെ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. நான் அதற்காக தலைப்பு இவ்வளமாக கொடுக்க விரும்புகிறேன். Hidden hand of God. ஒரு மறைமுகமான தேவனுடைய അദൃശ്യമായ ദൈവത്തിന്റെ കരം. மறைமுகமான தேவனுடைய கரம். ഞാൻ വചനത്തിൽ കേൾക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. நான் வசனத்துக்கு முன்பாக போகிறதுக்கு முன்பாக ஒரு கேள்வியை கேட்க விரும்புகிறேன். ഈ മാസം 16-ാം തീയതി രാത്രി ദൈവം ഇവിടെ കൊണ്ടുവന്നത്, இந்த மாதம் 16-ஆம் தேதி இந்த இரவுல கர்த்தர் உங்களை கொண்டு வந்தது ഇന്നലകളിൽ വേദനയില്ലാഞ്ഞിട്ടല്ല, ഇന്നലകളിൽ വേദനയില്ലാഞ്ഞിട്ടല്ല, நேற்றுக்குள்ள வேதனைகள் இல்லாமல் இருந்ததனால அல்ல, ഇന്നലകളിൽ പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, நேற்றுக்குள்ள பிரச்சனை இன்னைக்கு இல்லாமல் ഇന്നലകളിൽ இருந்ததனால, രോഗമില്ലാഞ്ഞിട്ടല്ല, நேற்றுக்கு இருந்த வியாதி இன்னைக்கு இல்லாமல் இருந்ததனால அல்ல, അനർത്ഥമില്ലാഞ്ഞിട്ടല്ല, பிரச்சனைகள் പോരാട്ടങ്ങൾ இல்லாததனால அல்ல, ഈ പ്രശ്നത്തിന്റെ നടുവിലും ഈ കരമാണ് നിന്നെ ഇന്ന് രാത്രി ഇവിടെ വരെ இந்த കൊണ്ടുവന്നത്. பிரச்சனைகள் மத்தியிலும் போராட்டங்கள் மத்தியிலும் வேதனை மத்தியிலும் தேவனுடைய கரம் தான் இந்த இடத்துல உங்களை கொண்டு வந்திருக்கிறது என்பதை விசுவாசிக்கிறவர்கள் கரங்களை உயர்த்தி ஒருமித்து கர்த்தரை மகிமைப்படுத்தலாமே. ഇതാണ് എനിക്ക് ദൈവം തന്ന ദൂത്. இதுதான் ஆண்டவர் எனக்கு தந்த செய்தி. നീ വെറുതെ വന്നതല്ല, நீங்க வெறுமையா இந்த இடத்துல வரவில்லை, നിന്നെ കൊണ്ടുവന്നതാ. தேவன் உங்களை கொண்டு வந்தது. ആ കരത്തിന്റെ പേരാ, அந்த கரத்தின் பெயர் தான் എന്റെ ബലമുള്ള കരം. பலமுள்ள கரம். ദേശമേ, தேசமே, ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. தேவனுடைய செய்தி அறிவிக்கிறேன். നീ നിന്നതല്ല, நீ நின்றதல்ல, ആയുസ്സിനെ വെല്ലുവിളിച്ച് ശത്രു നിന്നപ്പോഴും உன்னுடைய வாழ்க்கையை அவன் சவால் விட்டு சத்துரு നിന്നെ കരം പിടിച്ച് നിർത്തിയത് ഞാനാണെന്ന് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുകയാണ്. உன் கரம் பிடித்து நடத்தின நான் என்பதை பரிசுத்த ஆவியானவர் உனக்கு சொல்லுகிறார். വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചന പുസ്തകം. மிகவும் ஆசீர்வதிக்கப்பட்ட ஒரு புஸ்தகம் தான் வேத புஸ்தகத்தில் യേശയ്യാ தீர்க்கதரிசியின் புஸ்தகம். യേശു ക്രിസ്തുവിന്റെ ഫേവറിറ്റ് പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. இயேசு கிறிஸ்துவுக்கு மிகவும் பிடித்தமான புஸ்தகம் தான் യേശയ്യാ தீர்க்கதரிசியின் புஸ்தகம். അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? இதனால நான் அதை அப்படி சொன்னேன். യേശു ക്രിസ്തു ശുശ്രൂഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗം കോട്ട് ചെയ്തിട്ടുള്ളത് ഈ യെശയ്യാ പ്രവചനത്തിൽ இயேசு கிறிஸ்துவின் ஊழிய பாடல்களில் இயேசு அதிகமாக எடுத்து உத்தரிக்கப்பட்ட ஒரு வேத பாகம் உண்டனால യേശയ്യാ தீர்க்கதரிசியின் புஸ்தகங்கள். പൗലോസ് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിരിക്കുന്നത് യെശയ്യാവിൽ നിന്നാണ്. அப்போஸ்தலனாയ பவுலும் அதிக முறையாக യേശയ്യാ தீர்க்கதரிசியிலிருந்து എടുത്ത് ഇതിനെ சொல்லியிருக்கிறார். പണ്ഡിതാക്കന്മാർ വിളിക്കുന്നത് ഒരു മിനിയേച്ചർ ബൈബിൾ എന്നാണ്. வேத பண்டிதர்கள் இதை குறித்து சொல்லுகிறார்கள், இது ஒரு முக்கியமான ஒரு தனி சிறிய ஒரு வேதாகம் என்பது. ഏകദേശം 1100 years ചർച്ച് ചാപ്റ്ററും വേഴ്സും ഇല്ലാതെ ഈ യെശയ്യാ പ്രവചനം പഠിച്ചു. ஆமென். 1100 வருடங்கள் சபையானது இந்த യേശയ്യാ தீர்க்கதரிசியின் புத்தகத்தை படித்தார்கள். അവർക്ക് അന്ന് ചാപ്റ്ററും വേഴ്സും ഇല്ലാതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. அன்னைக்கு அவங்களுக்கு அதிகாரமும் வார்த்தை வசனங்களுமாக தெரிவித்து கொடுக்கப்படவில்லை. അതിനുശേഷമാണ് അധ്യായവും വചനങ്ങളുമായി തിരിച്ചത്. அதற்கு பிறகுதான் அதிகாரங்களாகவும் வசனங்களாகவும் பிரிக்கப்பட்டு ആദ്യത്തെ 39 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, ആദ്യത്തെ 39 വേഴ്സസ് ചാപ്റ്റർ വായിക്കുമ്പോൾ, முதலாவது 39 அதிகாரங்கள் நாம் படிக்கும்போது ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റി പ്രസംഗിക്കുകയാണ്. தேவனுடைய நியாயவிதியை பற்றி சொல்லப்படுகிறது. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണെന്ന് ജനത്തോട് അറിയിക്കുകയാണ്. தேவன் நியாயம் விதிக்கிற தேவன் என்பதை உலகத்துக்கு சொல்லுகிறார். പാപം ചെയ്താൽ ദൈവം ശിക്ഷ തരുന്ന ദൈവമാണെന്ന് അറിയിച്ചു തരികയാണ്. பாவம் செய்தால் தேவன் சிட்சிக்கிற தேவன் தண்டனை கொடுக்கிற தேவன் என்பதை சொல்லுகிறார். അങ്ങനെ വരച്ചു കാണിച്ച ആ സമയത്ത്, அப்படி வரைந்து காண்டப்பட்ட அந்த நேரத்தில் ന്യായവിധി 1 മുതൽ 39 വരെ വരച്ചു കാണിക്കുമ്പോൾ, 1 முதல் 39 அதிகாரங்கள் தேவனுடைய நியாயவிதியை பற்றி சொல்லும்போது, പഴയ നിയമം വായിക്കുമ്പോൾ 1 മുതൽ 39 പുസ്തകം വായിക്കുമ്പോഴും ന്യായവിധി എക്കോ ചെയ്ത് കാണുകയാണ്. பழைய ஏற்பாட்டிலும் 1 முதல் 39 அதிகாரங்கள் படிக்கும் போதும் நியாயவிதி தான் அந்த இடத்துல உயர்ந்து நிற்கிறது. അടുത്ത 27 പുതിയ നിയമം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യാശ, ഹോപ്പിനെ പറ്റി കാണിച്ചു തരികയാണ്. புதிய ஏற்பாட்டின் 27 அதிகாரங்கள் நம்ம படிக்கும் போது தேவனோடுள்ள நம்பிக்கை நமக்கு உண்டாகிறது. അതുപോലെ യെശയ്യാ പ്രവചനം അവസാനം 40 മുതൽ 66 വരെ വാക്യം വായിക്കുമ്പോൾ ആശ്വാസം, ദൈവത്തിന്റെ പ്രത്യാശ നമുക്ക് തെളിയിച്ചു തരികയാണ്. அதே போல தான் യേശയ്യാ தீர்க்கதரிசி புத்தகம் 40ஆம் அதிகாரம் அப்படியே 66வது வசனம் அதிகாரம் வரை படிக்கும்போது நமக்கு தேவனோடுள்ள நம்பிக்கை நமக்கு அது ஊட்டுதா இருக்கிறது. ആദ്യത്തെ 39 ന്യായവിധി കാണിക്കുമ്പോൾ, முதலாவது 39 அதிகாரங்கள் நியாயவிதியை பற்றி சொல்லும்போது, ദൈവസ്നേഹമില്ലാതെ പുറമേയുള്ള മതഭക്തി കാണിക്കുന്നവരോട് ദൈവം ന്യായം വിധിക്കും
വിധിക്കുമെന്ന് അടിവരയിട്ട് പറയുമ്പോൾ தேவ அன்பில்லாமல் வெளி தோற்றமாய் பிரகடனம் செய்கிறவர்களுக்கு நியாயவிதி நிச்சயமாய் உண்டென்று அடிவரைட்டு சொல்லும்போது സാമൂഹ്യമായി നീതി ചെയ്യാത്തവർ അനീതി ചെയ്യുന്നവരോട് ദൈവം നിന്നോട് ചോദിക്കുമെന്ന് അടിവരയിട്ട് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ சமூகத்தில் நீதி செய்யாமல் அநீதி செய்கிறவர்களுக்கு நியாயவிதி நிச்சயமாய் உண்டென்று தேவன் திட்டவட்டமாய் சொல்லும்போது ജീവനുള്ള ദൈവത്തെ വിളിക്കാതെ നീ അന്യമൂർത്തിയുടെ മുമ്പിൽ കുമ്പിടുന്ന നിന്നെ ന്യായം വിധിക്കുമെന്ന് ദൈവം അടിവരയിട്ട് പറയുമ്പോൾ ஜீவனுள்ள தேவன் ஒருவர் இருக்கு, அவரை நீ ஆராதிக்காமல் இந்த உலகத்தில் காண்கிறவர்களுக்கு முன்பாக நீ உன்னை ஆராதிக்கும்படி ஒப்புக் கொடுக்கும் போது உனக்கு நியாயவிதி என்று கர்த்தர் சொல்லும் போது 40ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം തുടങ്ങുന്നത് ആശ്വസിപ്പീൻ ആശ്വസിപ്പീൻ എന്ന 40ാவது அதிகாரம் 1ാவது വചനവുമായി ആരംഭിക്കുന്നത് ആമേൻ ആറുതൽ പെற்றுകൊള്ളുங்கள் ആറുതൽ പെற்றுകൊള്ളുங்கள் என்பது. ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് ഒരു കാര്യം പറയാം. நான் இன்றைக்கு இரவு உங்களுக்கு திட்டவட்டமாய் ஒரு காரியத்தை சொல்லுகிறேன். ദേശമേ എന്റെ ശബ്ദം കേൾക്കുക, ദേശമേ എൻ വാர்த்தையை கேளுங்கள். എന്റെ ദൈവം എന്നും അടിക്കുന്ന ദൈവമല്ല, என்னுடைய தேவன் என்னைக்கும் தண்டிக்கிற தேவன் அல்ல, എന്നും നിന്നെ ന്യായം വിധിക്കുന്ന ദൈവമല്ല, என்னைக்கும் உன்னை நியாயம் விதிக்கிற தெய்வம் அல்ல, നിന്നെ കരുതുന്ന ദൈവം കൂടിയാ, உனக்காக பாரம் சுமக்கிற அவன் கருதுகிற தேவனாய் നിന്നെ இருக்கிறார், അനുഗ്രഹിക്കുന്ന ദൈവം உன்னை കൂടിയാ, ஆசீர்வதிக்கிற தேவனாய் இருக்கிறார், നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം കൂടിയാ, ஆறுதல் செய்கிற தேவனாய் இருக்கிறார். ഇന്ന് രാത്രികാലം എനിക്ക് പറയാനുള്ളത് അതാണ്. இரவு உங்களுக்கு சொல்ல உள்ளது அதுதான். ആമേൻ. 40ാമത്തെ വാക്യം അധ്യായം തൊട്ട് വായിക്കുന്നത് മെസ്സേജ് ഓഫ് കംഫർട്ട്, ആമേൻ, കരുണയുടെ മെസ്സേജ് കേൾക്കാൻ തുടങ്ങുകയാണ്. 40ാவது அதிகாரம் முதல் ஆறுதல் கொடுக்கிற அவன் இரக்கத்தினுடைய ஒரு செய்தியை தான் நமக்கு படிக்க முடியும். നമ്മൾ വായിച്ച വാക്യം മറന്നു പോകരുത്. வாசித்த வாசனத்தை மறந்து போக வேண்டாம். എന്റെ ബലമുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ നടത്തും, என் பலமுள்ள கரத்தினால நான் உன்னை நடத்துவேன். ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. இந்த இரவு தேவனுடைய சத்தத்தை உங்களுக்கு சொல்லுகிறேன். യെശയ്യാ പ്രവാചകൻ പ്രവാചകന്മാരുടെ പ്രവാചകനാ. യേശയ്യാ தீர்க்கதரிசி, தீர்க்கதரிசிகளுக்கு தீர்க்கதரிசி. ആമേൻ. പ്രവാചകന്മാരുടെ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാ, നിന്നെ കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവം. தீர்க்கதரிசிகளுடைய தீர்க்கதரிசி இவனுமாய் விളിத்து கூப்பிட்டு சொல்லுகிறார், உன்னை கரம் பிடித்து நடத்துகிற தெய்வம். ആമേൻ. ഒരിക്കൽ ഞാനും എന്റെ കുഞ്ഞൂടെ ആമേൻ കേരളത്തിൽ വന്നു. ஒரு முறை நான் என்னுடைய குழந்தையுமா கேரளத்துல வந்தேன். ആമേൻ. എന്റെ കുഞ്ഞിന് അന്ന് ആമേൻ ഏകദേശം 6-7 വയസ്സ് പ്രായം. என்னுடைய குழந்தைக்கு 7 வயது நிரம்பினதா இருந்தது. ആമേൻ. കുഞ്ഞിന് നീന്തൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. அவனுக்கு நீச்சல் கற்றுக்கொள்ள வேண்டும் ரொம்ப ஆர்வமா ഞാൻ இருந்தான். അടുത്തുള്ള ഒരു കനാലിലേക്ക് കൊണ്ടുപോയി. അടുത്തുള്ള പക്കത്തുള്ള ഒരു തോട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി. ആമേൻ. കനാലിൽ ആമേൻ ഏകദേശം കുഞ്ഞിന്റെ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു. അവന് ഇടുപ്പളവ് തണ്ണീർക്കുള്ള അവനെ കൊണ്ടുപോയി വിട്ടു. ഞാൻ എന്റെ കൈ കാണിച്ചു, അവൾ എന്റെ കഴുത്തിലേക്ക് കൈയിൽ പിടിച്ചു. நான் கரத்தை கொடுத்தேன், அவன் கரத்தை பிடித்து അവൾ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുക. അവൻ കൈയില മുറുകെ പിടിത്താൻ. പക്ഷെ വെള്ളത്തിന് ഒഴുക്കുണ്ട്. വെള്ളം നല്ല ഒഴുകായി, വെള്ളം ഒഴുകുന്നത് കൊണ്ട് അവക്ക് എന്റെ കയ്യിൽ മുറുകെ പിടിക്കാൻ കഴിയുന്നില്ല. വെള്ളം നല്ല ഒഴുകി പായ്கிறதுனால என்னுடைய கரத்தை அதிக முருகமா பிடிக்க முடியல. അപ്പോൾ എന്റെ മോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, அதனால என் மகன் இவனமா என்னிடத்தை சொன்னான், പപ്പ എന്റെ കൈ ബലക്കുറവാ, എന്റെ കൈക്ക് ബലമില്ല. എൻ കരത്തുക്ക് ബലം ഇല്ല. ആമേ. എന്റെ കൈ കൊണ്ട് പപ്പയുടെ കയ്യിൽ പിടിച്ചാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എൻ കരത്തിനാല ഞാൻ അപ്പാവുടെ കരത്തെ പിടിത്താൽ എന്നാലെ പിടിച്ചു നിൽക്ക മുടിയാതെ. പക്ഷേ എനിക്കറിയാം പപ്പയുടെ ബലമുള്ള കൈ കൊണ്ട് എന്റെ കയ്യെ പിടിച്ചാൽ, ஆனால் எனக்கு தெரியும் അപ്പാവുடைய ബലമുള്ള കരത്തിനാല എൻ കയ്യെ പിടിച്ചാൽ എത്ര ഒഴുക്ക് വന്നാലും ഞാൻ ഒഴുകി പോകത്തില്ല. എவ்வளவு പായ്ந்து செல்லுகிற தண்ணீரில் நான் அடித்து செல்ல மாட்டேன். പെട്ടെന്ന് ഞാൻ അവളുടെ കൈരത്തിലേക്ക് എന്റെ കരം കൊണ്ട് പിടിച്ചു. நான் உடனே அவளுടെ കരത്തിൽ പിടിத்தேன். അതുവരെ ഭയപ്പെട്ടിരുന്ന കുഞ്ഞ് அவ்வளவு நேரம் பயந்திருந்த பிள்ளை വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. மறுபடி தண்ணீருக்குள்ள അവിടെ ഭയം പോയി. அவருடைய பயம் மாறினது. കാരണം എന്താ? காரணம் என்ன? അവളുടെ അപ്പനാ പിടിച്ചിരിക്കുന്നത്. அவருடைய அப்பா அவருடைய கரத்துல பிடிச்சிருக்கிறார். എത്രമാത്രം ഒഴുക്ക് വന്നാലും അപ്പന് ജീവനുള്ളിടത്തോളം ഈ കരം വിടത്തില്ല. எவ்வளவு ஒழுகிற நதியாய் இருந்தாலும் அப்படியே கரம் இருக்கிற அளவரையும் உங்களை விட்டு விட மாட்டார். ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയട്ടെ. இந்த இரவு நான் ஒரு செய்தியை சொல்லுகிறேன். നീ ഒത്തിരി നാളുകൊണ്ട് ഈ കരത്തിൽ ഒന്ന് പിടിക്കാൻ നോക്കുകയല്ലേ? நீ अनेक நாட்கள் அந்த கரத்தை ஒன்னு பிடிக்க ஆரம்பிக்கிறாய். ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടു. இன்னைக்கு இரவு ஒன்னு சமர்ப்பித்து கொடுங்க. അപ്പ എന്റെ കരത്തിൽ ഒന്ന് പിടിക്കണമേ. அப்பா இவன் கரத்தை ஒன்னு பிடிங்க. ഇന്നലകളിൽ നീ തകർന്നു പോയതാ. நேற்றைக்கு நீ எல்லாம் உடைந்து
போன நேரங்கள் ഇന്നലകളിൽ നീ പിടിക്കാതെ വഴുതി പോയതാ. கடந்த நாட்கள் நீ அப்பாவுடைய கரத்தை பிடிக்காம வழுவி போனீங்க. അപ്പന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? அப்பாவுடைய கரத்துல உங்களை ஒப்பு கொடுக்க ആ முடியும். ബലമുള്ള കരം നിന്നെ പിടിക്കാൻ പോകുകയാ. அந்த பலமுள்ள கரம் உங்களை கயிறத்தில் ഇന്ന് രാത്രികാലം ഒരു വാക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ? இந்த ஒரு இருவேளை ஒரு வார்த்தை உங்களுக்கு கர்த்தரிடத்தில் கேட்க ഒത്തിരി നാൾ முடியும். പിടിക്കാൻ നോക്കിയപ്പാ அவர் അനേക നാൾ പിടിக்க നിന്റെ விரும்பினார். ബലമുള്ള കരം കൊണ്ട് എന്നെ ഒന്ന് പിടിച്ചാട്ട. உடைய பலமுள்ள கரத்தினால் என்னை பிடித்துக் ഇന്ന് கொள்ளுங்க. ദൈവത്തിന്റെ ദൂത് സഭയോട് പറയുകയാ. உடைய ஆலோசனை கர்த்தர் சபைக்கு தருகிறார். ആമേൻ. നീ പിടിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ലെങ്കിൽ நீ பிடிக்க நினைத்துட்டு உன்னால முடியலன்னா ഇന്ന് ആ ബലമുള്ള കരം ഇവിടെ ഉണ്ട്. அந்த பலமுள்ள கரம் இந்த இடத்துல இருக்கிறது. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, விசுவாசிக்கிறவர்களுக்கு வேண்டி கிரியை செய்கிற கர்த்தருடைய கரம். ആമേൻ. ആ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട. அந்த கரத்துல ஒண்ணு ஒப்பு கொடுப்பீர்கள். ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ രാത്രികാലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. தேவனுடைய பிரசன்னம் இந்த இடத்துல உலாவி கொண்டிருக்கிறது. ആമേൻ. ആ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? அந்த இடத்துக்கு கர்த்தர் உங்களுக்கு ஒப்பு கொடுப்பீர்களா? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. நான் ஒரு காரியத்தை கேட்கவா? നിന്റെ ബലം കൊണ്ട് ഒത്തിരി പിടിക്കാൻ നോക്കിയിട്ടല്ലേ, നടന്നില്ലല്ലോ. உங்கள் பலத்தினால முயற்சி பண்ணி பாத்தீங்க ஆனாலும் முடியல. ആമേൻ. പലപ്പോഴും പരാജയമായില്ലേ? மறுபடியும் நீங்க தோத்து போனீங்கல்ல. പക്ഷെ ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ஒரு முறை கூட இந்த சாயங்கால வேளையில ஒப்பு கொடுப்பீர்கள். അപ്പ എന്റെ കരം ബലമില്ലാത്ത കരമാ. என்னுடைய கரம் பலமில்லாத கரம். എന്റെ കരത്തിന് അങ്ങേ പിടിക്കാനുള്ള ബലമില്ല. என் கரத்திற்கு உம்மை பிடிப்பதற்கான பலம் இல்லை. എന്റെ ബലമില്ലാത്ത കരത്തിൽ അങ്ങേക്കൊന്ന് പിടിക്കാൻ പറ്റുമോ? என் பலமில்லாத கரத்துல உம்முடைய கரத்தை எனக்கு பிடிக்க முடியும். അദൃശ്യ കരം ഇന്ന് രാത്രികാലം ഇവിടെ ഉണ്ട്. நம்ம கண்களால் காண முடியாத ஒரு கரம் இந்த இடத்துல உண்டு. നിന്റെ കുടുംബത്തെ പിടിക്കുന്ന ഒരു കരം, உங்க குடும்பத்தை பிடிக்கிற ஒரு നിന്റെ கரம், തലമുറയെ പിടിക്കുന്ന ഒരു உங்க കരം, சந்ததிகளை பிடிக்கிற ஒரு നിന്റെ கரம், ശുശ്രൂഷയെ പിടിക്കുന്ന ഒരു உங்க കരം, ஊழியத்தை பிடிக்கிற ஒரு கரம், നിന്റെ ആമേൻ വിഷയങ്ങളെ തൊടുന്ന ഒരു കരം, உங்களுக்கு பிரச்சனையா இருக்கிற விஷயங்களை தொடுகிற கரம் ഇന്ന് രാത്രികാലം ഇവിടെ ഉണ്ട്. இந்த இரவுல இந்த இடத்துல உண்டு. എന്നെ ഒന്ന് തൊടണമേ, என்னை ஒன்று தொட வேண்டும். എന്നെ ഒന്ന് പിടിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? என்னை ஒன்று பிடிக்க வேண்டும் என்று எத்தனை பேர் ஜெபிக்கிறீங்க? തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ വെറുതെ മടങ്ങി പോകത്തില്ല. உண்மையா சொல்லுகிற கர்த்தர் உங்களை வெறுமையாக ദൈവത്തിന്റെ அனுப்புகிறவர் அல்ல. ശബ്ദം നിങ്ങളെ വേണ്ടി തേടി വന്നിരിക്കുക. கர்த்தருடைய வார்த்தை இந்த இடத்துல உங்களை தேடி வந்திருக்கிறது. അത് ഇന്ന് പകൽ ഈ രാത്രികാലം ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. இந்த இரவு நான் உங்களை பார்த்து ஒரு செய்தியை சொல்லுகிறேன். ഈ ദൈവത്തിന്റെ കരമാ നമ്മുടെ കൂടെ ഇരിക്കുന്ന കരം. இந்த தேவனுடைய கரம் தான் நம்மோடு கூட இருக்கிற கரம். ഞാൻ ചോദിച്ചോട്ടെ, ഈ ദൈവത്തിന്റെ കരം ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു? இந்த தேவனுடைய கரம் யாரோடு கூட எல்லாம் இருந்தது? നിങ്ങൾക്കറിയാം, ആദ്യമേ ഈ ദൈവത്തിന്റെ കരം ഇരുന്നത് യോസഫിന്റെ കൂടെയാ. உங்களுக்கு தெரியுமோ, முதன்முறையாக இந்த தேவனுடைய கரம் இருந்தது யோசேப்போடு கூட. യോസഫ് ആമേൻ ദൈവത്തിന്റെ കരം കൊണ്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു. யோசேப்பு தேவனுடைய கரத்தினோடு நடக்கிற மனிதனாயிருந்தார். കരം എന്നറിഞ്ഞാൽ ദൈവ സാന്നിധ്യം എന്നതിന്റെ അർത്ഥം. கரம் என்று சொன்னால் தேவனுடைய பிரசன்னம் என்பது அர்த்தம். ആമേൻ. ചേർത്തു പിടിക്കേണ്ടവർ മാറി നിന്നപ്പം, உங்களோட அரவணைத்து நிற்க வேண்டியவர்கள் தூரமாய் நின்றபோது, കരം പിടിച്ചു കയറ്റേണ്ടവർ തള്ളിക്കളഞ്ഞപ്പം, கை தூக்கி எடுக்க வேண்டியவர்களை உதறி தள்ளின போது, ആമേൻ ചേർത്ത് പിടിക്കേണ്ടവർ കുറ്റം പറഞ്ഞപ്പോ, அரவணைத்து நிறுத்த வேண்டியவர்கள் உங்களுக்கு பழி சொன்ன போது, യോസഫ് അറിയാത്തൊരു കരം അവന്റെ പിന്നിലുണ്ടായിരുന്നു. யோசேப்புக்கு தெரியாத ஒரு கரம் அவனுக்கு பின்னாடி இருந்தது. ആമേൻ. தேசமே, ഞാനൊരു ദൂത് പറയട്ടെ. நான் செய்தி சொல்லவா? ഇന്നലകളിൽ കുഴിയിൽ നീ വീണേനെ, நேற்றைக்கெல்லாம் நீ குழிக்குள்ள விழுந்துட்ட. വീഴാതിരിക്കത്തക്കവണ്ണം നിന്നെ പിടിക്കത്തക്കവണ്ണം ഒരു കരമുണ്ടായിരുന്നു. நீ குழியில விழாதபடிக்கு உன்னை பிடிக்கக்கூடிய ஒரு கரம் உண்டாயிருந்தது. അത് ആ കരമാണ്, അദൃശ്യ കരമുള്ള ദൈവത്തിന്റെ കരമാണ്. அது கண்களால் காண முடியாத ஒரு தேவனுடைய கரம். ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം ஆதியாகமம் 39 அதிகாரம் 2-3 വായിക്കുമ്പോൾ 2-3 വചനങ്ങളെ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. இங்குணமாய் படிக்கிறோம், தேவன் யோசேப்போடு கூட இருந்ததனால അവൻ കൃതാർത്ഥനായി, அவன் காரிய சுத்தி உள்ளவனாயிரான். അവൻ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിക്കുമെന്ന് അവന്റെ യജമാനൻ കണ്ടു. அவன் எகிப்தியனாக தன் எஜமானுடைய வீட்டில் இருந்தான். கர்த்தர் அவனோடு கூட இருக்கிறார் என்றும் அவன் செய்கிற யாவையும் கர்த்தர் அவனுக்கு வாய்க்க பண்ணுகிறார் என்றும் அவன் எஜமான் கண்டு. ഒന്ന്, യഹോവയുടെ കരമുണ്ടെങ്കിൽ, கர்த்தருடைய கரம் இருந்தால், അവൻ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. நீ செய்கிறതൊക്കെയും வாய்க்க பண்ணும். യോസഫിന്റെ കൂടെ യഹോവയുടെ കരമുണ്ടായിരുന്നു. யோசேப்போடு கூட தேவனுடைய கரம் உண்டாயிருந்தது. അവന്റെ യജമാനൻ നോക്കിയപ്പോൾ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു.
அவனுடைய எஜமான் பார்த்தபோது அவன் செய்வதெல்லாம் வாய்ப்பதாக கண்டான். ആമേൻ. ഇന്ന് രാത്രികാലം ഒരു കാര്യം ഞാൻ പറയട്ടെ. இந்த இரவு நான் ஒரு காரியத்தை சொல்லுகிறேன். ആമേൻ. നിന്നെ ആരും തള്ളിക്കോട്ടെ, உங்களை யாரும் தள்ளி விடலாம், നിന്നെ ആരും ഉപേക്ഷിച്ചോട്ടെ, யாரெல்லாம் உங்களை வெறுத்து விடலாம், സ്നേഹിക്കേണ്ടവർ ആരും സ്നേഹിക്കാതിരിക്കട്ടെ, நேசிக்கின்றவர்கள் நேசிக்காமல் இருக்கலாம். പക്ഷെ പരിശുദ്ധാത്മാവ് പകൽ ഈ രാത്രികാലം വിളിച്ചു പറയുകയാ, பரிசுத்தாவின் இந்த இரவுகளை அழைத்து சொல்லுகிறார், ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ தேவன் உங்களோடு கூட இருப்பாரேயானால் അവൻ വഴി ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. அவர் வழியில் உங்களை விட்டுட்டு போகிற தேவன் அல்ல. അപ്പൊ നിങ്ങൾ ചോദിക്കും, அப்போ கேட்பீங்க, ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ தேவனுடைய கரம் இருந்தால் എന്തുകൊണ്ടാ സഹോദരന്മാർ ഉപേക്ഷിച്ചത്? எதனால சகோதரர்கள் நம்மை தள்ளிவிட்டார்கள்? ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ தேவனுடைய கரம் இருந்தால் എന്തുകൊണ്ടാ ഈ പൊട്ടക്കിണറ്? எதற்காக அந்த வெறும் தண்ணி? ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ தேவனுடைய கரம் இருந்தால் എന്തുകൊണ്ടാ ഈ അടിമവേല? எதற்காக இந்த அடிமையின் வேலை? നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ தேவனுடைய கரம் இருந்தால் ചെയ്യാത്ത കുറ്റം കൊണ്ട് അപവാദം ഏൽപ്പപ്പെട്ട യോസഫ്, செய்யாத குற்றத்திற்காக பழியேற்கப்பட்ட யோசேப்பு. ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ ഇത് നടക്കുമോ? தேவனுடைய கரம் கொண்டால் இப்படி சம்பவிக்குமோ? ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ தேவனுடைய கரம் இருந்தால் നീ കാരാഗ്രഹത്തിൽ പോകുമോ? நீ சிறைச்சாலைக்கு போவாயோ? ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ தேவனுடைய கரம் இருந்தால் അറിയേണ്ട സ്നേഹിതർ മറന്നു പോകുമോ? உன்னை அறிந்து கொள்ள வேண்டிய நண்பர்கள் மறந்து போவார்களோ? ദൈവത്തിന്റെ കരമില്ലെന്ന് പലപ്പോഴും നിന്നെ പോലെ നീ പറയാറുണ്ട്. தேவனுடைய கரம் என்னோடு கூட இல்லை என்று என்னை அநேக முறை சொல்லி இருக்கிறார். എന്നാൽ യോസഫേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ஆனால் யோசேப்பே, எனக்கு ஒரு காரியம் சொல்ல உண்டு. നീ പൊട്ടക്കിണറ്റിൽ വീണത് തകർന്നു പോകാൻ എന്തെന്നറിയാമോ? வெறும் குழியில் விழுந்த போதும் நிர்மூலமாகாது ஏன் தெரியுமோ? നിന്നെ കരുതുന്ന ഒരു കരമുണ്ട്. உன்னை பராமரிக்கிற ஒரு கரம் இருந்தது. ആ കുഴിയിൽ നിന്ന് നീ പൊങ്ങി വന്നത് എങ്ങനെയാണെന്നറിയാമോ? அந்த குழியில் നിന്ന് நீ மேல வந்தா எப்படி தெரியுமோ? അവൻ മനുഷ്യരെ തള്ളിയിടുന്ന കരത്തിന് മീതെ നിന്നെ പിടിച്ചുയർത്തുന്ന ഒരു കരമുണ്ട്. மனுஷன் கீழே தள்ளி போட்ட போது உன்னை உயர்த்து கொண்டு வர ஒரு கரம் இருந்தது. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് ദൂത് ഞാൻ വിളിച്ചു പറയുകയാ. சில குடும்பத்தோடு தேவனுடைய ஆலோசனை சொல்லுகிறேன். നീ ഒരിക്കലും കുഴിയിൽ നിന്ന് കേറത്തില്ലെന്ന് വിധി എഴുതിയവർ, நீ ஒருபோதும் இனி குழியில் இருந்து மேல வரமாட்டே என்று சொல்லி விதி எழுதினவர்கள், ഒരിക്കലും നീ കുഴിയിൽ നിന്ന് മീതെ വരുത്തില്ലെന്ന് വിധി എഴുതിയവരുടെ മധ്യത്തിൽ ஒருவரும் ஒருபோது நீ குழியில் இருந்து மேல வரமாட்டாய் என்று நிச்சயமாய் அடித்து சொன்னவருடைய மடுல നിന്നെ കരം പിടിച്ച് കേട്ടിയ ഒരു അദൃശ്യ കരമുണ്ടെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാ. உங்களை கரம் பிடித்து மேல கொண்டு வருகிற ஒரு காணாத கரம் உண்டு என்பதை ஆவியானவன் இடத்துல உணர்த்துகிறார். രോഗത്തിന്റെ താഴ്വരക്കെട്ട് ഐസിയുവിൽ കിടന്നപ്പോൾ പറഞ്ഞില്ലേ, നീ ഇനി പുറത്തു വരത്തില്ലെന്ന്? வியாதியின் மூர்க்கத்தினால ஐசியூவில் இருந்த போது நினைத்தீர்கள் அல்லவா, இனி வெளியே வர மாட்டேன் என்று? നിന്നെ പറ്റി ചരിത്രം ലോകം എഴുതിയില്ലേ? உன்னை பற்றி வரலாறு உலகம் எழுதினதல்லவா? പക്ഷെ ദൈവത്തിന്റെ കരമാ അത് മാറ്റി എഴുതിയത്. ஆனால் தேவனுடைய கரம் தான் அதை மாற்றி எழுதினது. ദൈവത്തിന്റെ കരമാ നിന്നെ പുറത്തു കൊണ്ടുവന്നത്. தேவனுடைய கரம் தான் உன்னை வெளியே கொண்டு வந்தது. അവൻ കയ്യിൽ അടിമയായി ചങ്ങലയിട്ട് നടക്കുന്ന യോസഫിനെ ഒന്ന് കാണാമോ? கையில அடிமையின் சங்கிலியை தரித்து கொண்டு நடக்கிற யோசேப்பை உங்களுக்கு അടിമയ്ക്ക് ചെരുപ്പിട്ടൂടെ, ചെരുപ്പിടാതെ നടക്കുന്ന ഒരു അടിമ. அடிமைக்கு செருப்பு போட முடியாது, செருப்பிடாமல் நடக்கிற ஒரு அடிமை தெரியும். മറ്റുള്ളവർ നോക്കി മൂക്കത്ത് കൈവെക്ക്, അയ്യോ നല്ല ബാലനാണല്ലോ, 17 വയസ്സുള്ള ഒരു പയ്യൻ. மற்ற பலரும் பார்த்து மூக்குல விரல வச்சிட்டு சொல்றாங்க, ஐயோ 17 வயதுள்ள சுமுகமான ஒரு ஒரு வாலிபன். ഇവൻ ഇത് എന്തു പറ്റി? ഇവൻ എങ്ങനെ അടിമയായി? இவனுக்கு என்ன ஆச்சு? ஏன் இவன் அடிமையானா? എല്ലാവരും മൂക്കത്ത് കൈവച്ചു നോക്കി. எல்லாரும் மூக்குல விரல் வைத்து பார்க்கிறார்கள். അപ്പൻ കൊടുക്കുന്ന ശ്രേഷ്ഠ കുപ്പായം അവർ ഊരിക്കളഞ്ഞു. தகப்பனார் கொடுத்த விலைமதிப்பற்ற அங்கி அவர் சகோதரர்கள் களைந்து விட்டார்கள். തലകുനിച്ചു നടക്കുന്ന യോസഫിന്റെ കൂടെ ഒരു കരമുണ്ടായിരുന്നു. ஆனால் இந்த வேளையிலும் அவனோடு கூட நடக்கிற கரம் பிடிக்கிற ஒரு கரம் அவனோடு கூட இருந்தது. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധനോ പറയുകയാ. இந்த இரவு பரலோக ஆவியானவர் பேசுகிறார். നിന്നെ പരസ്യമായി നിന്ദിച്ചവരുടെ മധ്യേ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം, உன்னை வெளிப்பிரகாரமாய் பரிகாசித்தவരുടെ மத்தியில உங்களை உயர்த்துகிற ஒரு தெய்வம். യോസഫ് നടക്കുമ്പോൾ ലജ്ജിതനായി നടന്നാലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. யோசேப்பு நடக்கும் போதும் வெட்கப்பட்டு நடந்தாலும் அதற்கு பின்னாடி தேவனுடைய கரம் இருந்தது. ഇവര് വസ്ത്രം ഊരിയപ്പോൾ അറിഞ്ഞില്ല, രാജകൊട്ടാരത്തിൽ ഈ യോസഫിന് വേണ്ടി വേറൊരു വസ്ത്രം നെയ്യുകൊണ്ട് അദൃശ്യമായ ഒരു കരം അവിടെ നെയ്യുന്നെന്ന് ഇവരറിഞ്ഞില്ല. தகப்பன் கொடுத்த வஸ்திரத்தை ஊறி மாற்றின போது அவனுக்காக பரலோகம் அரண்மனைக்கு தகுதியான ஒரு வஸ்திரத்தை பரலோகம் நெய்து கொண்டிருந்தது என்பதை யாரும் காணல. ആമേ. യോസഫേ, നീ തകരത്തില്ല. யோசேப்பே, நீ தகர்ந்து போக மாட்டாய். യോസഫിനെ പോലെ എന്റെ വചനം കേൾക്കുന്ന, തിരുവചനം കേൾക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. யோசேப்பை போல என்னுடைய வார்த்தை கேட்கிற யாரோ இதற்குள் இருக்கிறீர்கள். നിങ്ങളോടുള്ള ദൂത ഞാൻ വിളിച്ചു പറയുന്നത്, உங்களோட ஆலோசனை தான் நான் சொல்லிக் கொண்டிருக்கிறேன். നീ വഴിയിൽ തകർന്നു പോകത്തില്ല. வழியில நிர்மூலமாய் போக மாட்டாய். കാരണം എന്താ?
നിന്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. കാരണം என்ன? உன்னை கரம் பிடித்து நடத்துகிற ஒரு தேவன் உண்டு. ആമേൻ. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്ന ജോസഫ്, போத்திபோர் வீட்டுக்குள் சென்ற யோசேப்பு വിശ്വസ്തനായ യോസഫ് உண்மை உள்ளவனாய் இருந்தான். പൊത്തിഫേർ കണ്ടിട്ട് പറയാ, ദൈവം ഇവന്റെ കൂടെ ഉണ്ട്. போத்திபோர் பார்த்துட்டு சொல்றாரு, தேவன் இவனோடு கூட ഇവൻ இருக்கிறார். ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു. இவன் செய்வதெல்லாம் வாய்க்கப்படுகிறது, ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്നു. ஆசீர்வதிக்கப்படுகிறது. പക്ഷേ അവിടെയും ദൈവത്തിന്റെ കരമുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. அவ்வளவும் அங்க தேவனுடைய கரம் யோசேப்போடு கூட இருக்கிறது யோசேப்பு அறியவில்லை. ചെയ്യാത്ത കുറ്റം പറഞ്ഞ് അപവാദം പറഞ്ഞപ്പോൾ, செய்யாத குற்றத்திற்காக பழியேற்ற போதும் ആമേൻ, അപവാദിയായി യോസഫ് നിൽക്കുമ്പോൾ, அவன் பழியேற்றவனாய் யோசேப்பு நிற்கும் போதும், ലോകത്തിൽ ഒരു പ്രത്യാശയുമില്ലാതിരിക്കുമ്പോൾ അവൻ അറിയാത്തൊരു അദൃശ്യകരം അവനെ ചുറ്റിയിരുന്നു യോസഫിനെ. உலகத்தில் ஒரு நம்பிக்கையும் இல்லாதவன் நம்பிக்கையற்றவனாய் இருக்கும் போது அவனுக்கு பின்னாக அவனை அரவணைத்திருந்த ஒரு கரம் உண்டாயிருந்தது. അവൻ ലോകത്തിൽ പറയുക, ഇവൻ കുറ്റവാളി. உலகம் சொல்லுகிறது இவன் தப்பு செய்தவன், தவறு செய்தவன். ദൈവത്തിന്റെ കരം വിട്ടില്ല അവനെ. ஆனால் தேவனுடைய கரம் அவனை விடவில்லை. ആരോടൊക്കെയോ ദൈവത്തിന്റെ ദൂത് ഞാൻ പറയുക. ആരോടെല്ലാം தேவனுடைய செய்தி சொல்லப்படுகிறது. അപവാദം പറയുമ്പോൾ വിടുന്ന കരമല്ല നീ വിളിക്കുന്ന ദൈവത്തിന്റെ കരം. உன்னை பழி தூஷி செய்யும் போது உன்னை விட்டுட்டு போகிற கரம் அல்ல நீங்க பிடித்திருக்கிற നിന്നെ ചേർത്തു പിടിക്കുന്ന ഒരു ബലമുള്ള കരത്തെയാ ഇന്ന് പകൽക്കാലം നീ രാത്രികാലം നീ കാണേണ്ടത്. உங்களை அரவணைத்து பிடிக்கிற ஒரு பலமுள்ள கரத்தை தான் இந்த இரவுல நீங்க காண வேண்டியது. ആമേൻ. അവിടെ നിന്റെ അവസാനമല്ല, அங்கு உங்களுடைய முடிவு அல்ல. കാരാഗ്രഹം നിന്റെ അവസാനമല്ല. சிறைச்சாலை உங்கள் முடிவு அல்ல. കാരാഗ്രഹത്തിൽ തീർന്നുവെന്ന് സ്നേഹിതന്മാർ ചിന്തിച്ചു കാണും. சிறைச்சாலையில் வைத்து முடிந்து போனது என்று சிநேகித்தவர்கள் எல்லாம் சிந்தித்திருக்கலாம். പക്ഷെ കാരാഗ്രഹത്തിലെ പൊളിച്ചുകൊണ്ട് നിന്നെ രാജസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ കരം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, அந்த சிறைச்சாலையை அழித்து வெளியே கொண்டு வர உன்னால் தேவனால் முடியும் என்ற கரமனோடு கூட இருக்குமேயானால், ദൈവ നിയോഗത്തിൽ ആരൊക്കെയോ ഇന്ന് രാത്രികാലം ഇവിടെ വന്നിട്ടുണ്ട്. தேவனுடைய திட்டத்தின்படி யாரெல்லாமோ இங்க வந்திருக்கிறீர்கள். നിന്നോടുള്ള ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്. உங்களுடைய செய்தியை நான் உங்களுக்கு சொல்லுகிறேன். ചുറ്റും നോക്കുമ്പോൾ യോസഫിനെ പോലെ നീ പൊട്ടക്കിണറ്റിൽ കിടക്കുകയായിരിക്കാം. ചുറ്റും பார்க்கும் போது யோசேப்பை போல வெறும் குழியில நீ இருக்கிறவராய் இருக்கலாம். എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. அந்த பரிசுத்த ஆவியில நான் ஒரு செய்தியை உங்களுக்கு சொல்லுகிறேன். ഈ കരം നിന്റെ കൂടെ ഉണ്ട്. இந்த கரம் உன்னோடு கூட உண்டு. ഈ ദേശത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു കരം, இந்த தேசத்தில் உன்னை கனப்படுத்துகிற கரம், എവിടെ നിന്നെ നിന്ദിച്ചോ അവിടെ ഉയർത്തുന്ന ഒരു കരം, எங்க நீங்க நிந்திக்கப்பட்டீர்களோ அங்கே உயர்த்துகிற கரம், ഈ ബലമുള്ള കരം നിന്റെ കൂടെ ഉണ്ട്. இந்த பலமுள்ள கரம் உங்களோடு கூட உண்டு. നിങ്ങൾക്കറിയാമോ, ഈ കരമാ മോശയുടെ കൂടെ ഇരുന്ന കരം. இந்த கரம் தான் மோசையோடு கூட இருந்த അവൻ கரம். ദൈവത്തിന്റെ കരം മോശയോട് ഇരിക്കുക. தேவனுடைய கரம் மோசையோடு இருந்தது. അവൻ ലീഡറാക്കി മാറ്റിയ ദൈവത്തിന്റെ കരം, அவனை தலைவராக மாற்றின தேவனுடைய கரம். നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ പരാജയപ്പെട്ടെടുത്ത്, ஒரு இடத்துல தோற்று போன இடத்துல, ഒരിക്കൽ പരാജയപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ കരം പിടിച്ചു നിർത്തുകയാ. ஒரு முறை தோற்று போன இடத்துல தேவனுடைய கரம் மோசையை நிலைநிறுத்தினது. അവൻ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, യാത്രാഗമം 13-ാം അധികാരമുடைய 9வது വചനം, അവിടെ ഇങ്ങനെ പറയാം, ബലമുള്ള കൈ കൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. பலமுள்ள கரத்தினால் அல்லவோ தேவன் உன்னை எகிப்திலிருந்து புறப்பட பண்ணினார். ബലമുള്ള കൈ കൊണ്ടല്ലയോ യഹോവ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. பலமுள்ள கரத்தினால் அல்லவோ மிஸ்ரேமில் எகிப்திலிருந்து கர்த்தர் உன்னை புறப்பட பண்ணினார். ഒരിക്കൽ പരാജയപ്പെട്ട സ്ഥലം, ஒரு முறை தோற்று போன இடம், ഒരിക്കൽ ഒളിച്ചോടിയ സ്ഥലം, ஒரு முறை ஒளித்து ஓடின இடம், തിരിച്ചവിടേക്ക് ദൈവം അവനെ കൊണ്ടയക്കുകയാണ്. மறுபடியும் அங்க கர்த்தர் அவனை கொண்டு അവൻ போகிறார். ദൈവം പറയുക, ഇനി നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. அப்போ ஆண்டவர் சொன்ன அவனை பார்த்து, இனி நீ தனிமையா போகல. ഇതുവരെ നീ നടന്നപ്പോൾ ചെങ്കടൽ രണ്ടായില്ലെങ്കിൽ, இதுவரை நீ நடந்த போது செங்கடல் இரண்டாக மாறாவிட்டால், ഇതുവരെ നീ നടന്നപ്പോൾ തീക്കൽപ്പാറ വെള്ളം തന്നില്ലെങ്കിൽ, இதுவரை நீ நடந்த போது பாறையிலிருந்து தண்ணீர் வராமல் இருந்திருந்தாலும், ഇതുവരെ നീ നടന്നപ്പോൾ മാറ മധുരമായി തീർന്നില്ലെങ്കിൽ, இதுவரை நடந்த போதும் மாறா உனக்கு மதுரமாக மாறாமல் இருந்தாலும், ഇതുവരെ നീ നടന്നപ്പോൾ നിനക്ക് മന്ന കിട്ടിയില്ലെങ്കിൽ, இதுவரை நீ நடந்த போது உனக்கு மன்னா கிடைக்காமல் இருந்திருந்தாலும், ഇതുവരെ നീ നടന്നപ്പോൾ നിനക്ക് മേഘം തണലായി ഇല്ലിരുന്നെങ്കിൽ, இதுவரை நடந்த போது உனக்கு மேகம் நிழலாக இருக்காமல் இருந்தாலும், ഇതുവരെ നടന്നപ്പോൾ നിനക്ക് രാത്രി അഗ്നി തൂണായി വെളിപ്പെട്ടില്ലെങ്കിൽ, இதுவரை நடந்த போது இரவில் அக்னி ஸ்தம்பமாய் உனக்கு இல்லாமல் இருந்தாலும், ഇതുവരെ നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ,
ഉണ്ടെങ്കിൽ ഇതുവരെ നീ തനിമയായിരുന്നാലും ഇനി നീ പോകുന്നത് ഒറ്റയ്ക്കല്ല, ഇനി നീ പോകുന്നത് തനിമയല്ല, എന്റെ കരത്തിന്റെ കൂടെയാ. എൻ കരത്തോട് കൂടെ നീ പോകുക. കരത്തിന്റെ പേരാ ബലമുള്ള കരം. அந்த கரத்துக்கு பேர் தான் பலமுள்ள கரம். അവൻ നാളുകളായി തുറക്കാത്ത വഴി നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ബലമുള്ള കരം. നാൾകളാக திறக்காத വഴി ഉനക്കാக திறக்கிற கரம். ചെങ്കടൽ ഒരു ചരിത്രമില്ല, വഴി തുറന്ന ചരിത്രമില്ല. செங்கடல் இதுவரையும் வழி திறந்து போன சரித்திரமில்லை. കടലിന്റെ മധ്യത്തിൽ കൂടെ ആർക്കും വഴി തുറന്നിട്ടില്ല. கடலின் நடுவுக்கூட யாருக்கும் வழி திறந்ததில்லை இதுவரை. പക്ഷേ ஆனால் ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ, தேவனுடைய கரம் கூட இருக்குமே ஆனால் അവൻ ചെങ്കടലിലും വഴി തുറക്കപ്പെടും. செங்கடலும் உங்களுக்காக வழி திறக்கும். ആരോടൊക്കെയോ ദൈവത്തിന്റെ ദൂത് പറയുകയാണ്. தேவனுடைய செய்தியை சொல்லுகிறார். മുമ്പിൽ വഴിയില്ല, முன்னாடி வழி இல்ல, തിരിച്ചു പോകാൻ കഴിയുന്നില്ല, பின்னாடி போகவும் முடியல, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. எங்க போகணும்னு தெரியாது. വിശ്വാസത്താൽ കരം നീട്ടാൻ കഴിയുമോ? വിശ്വാസത്താൽ കരത്തെ നീട്ട നീ முடியுമോ? അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ എന്റെ ദൈവം ശക്തനാ. நீ அறியாத வழிகளை உனக்காக திறக்க என் தேவன் போதுமானவர். விசுவாசிக்கிறீங்களா? கரங்களை உயர்த்தி ஒருமித்து ஆண்டவரை மகிமைப்படுத்தலாம். ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടല്ല, ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട്. உன்னுடைய ஜெபத்தின் திறமையினால அல்ல, தேவனுடைய கரம் உன்னோடு கூட இருந்ததனால. ആമേൻ. ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട്, தேவனுடைய கரம் உன்னோடு கூட இருந்ததனால ചെങ്കടൽ വഴി തുറക്കാൻ പോകുകയാ. செங்கடல்ல வழி உண்டாயிற்று. നിങ്ങൾക്കറിയാമോ, അവൻ ചെങ്കടൽ കൂടെ ഈ ജനം അവൻ അക്കരെ കടന്നു. செங்கடல் வழியாக இந்த ஜனம் அந்த கரை போனார்கள். തപ്പെടുത്ത് സന്തോഷത്തോടെ പാടി, அவர்கள் தம்புரு எடுத்து சந்தோஷத்தோடு பாடி ஆராதித்தார்கள். അടുത്ത കാണുന്നത് മരുഭൂമിയാ. அடுத்த பகுதி வனாந்திரம். വെള്ളത്തിന്റെ നടുവിൽ കൂടെ വന്ന ജനത്തിന് വെള്ളമില്ല. വെള്ളത്തിൻ നടുവിൽ കൂടെ വന്നവർക്ക് ഇപ്പൊ കുടിക്ക തണ്ണീർ ഇല്ല. 3 ദിവസം അവർ മരുഭൂമിയിൽ കൂടെ നടന്നു. 3 നാളുകളാக വനാന്തരത്തിൽ നടக்கிறார்கள். വെള്ളം കിട്ടാതെ വിശന്ന് ദാഹിച്ചിരിക്കുക. തണ്ണീർ கிடைக்காமல் ദാഹത്തോടെ இருக்கிறார்கள். ദൂരെ നോക്കുമ്പോൾ അതാ കാണുന്നു, എന്താ? ഒരു വെള്ളത്താമത്തിന്റെ ഉറവ. அங்க தூர பார்க்கும்போது அங்க தண்ணீருக்குள்ள ஒரு அடையாளம் காண்கிறது. അവൻ ഓടി, അവർ വേഗത്തിൽ ഓടിച്ചെന്ന് വെള്ളം വാരിയെടുത്ത് വായിൽ വെച്ചു. ദൂര സീക്കിരത്തിൽ ഓടിപ്പോയി அதை எடுத்து தண்ணீரை எடுத்து வாயில வைத்தார்கள். വായിൽ വെച്ചപ്പോൾ എന്താ സംഭവിച്ചേ? வாயில வைத்தപ്പോൾ என்ன நடந்தது? കയ്പ്, மிகவும் கசப்பாயிருந்தது. மாறா ആമേൻ. അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, அவர்கள் குடிக்க முடியல. പെട്ടെന്ന് അവർ തുപ്പി. அவர்கள் கீழே துப்பினார்கள். നിങ്ങൾക്കറിയാമോ, உங்களுக்கு தெரியுமோ, മാറയെ മധുരമാക്കാൻ ദൈവത്തിന്റെ കരം അവിടെ കൂടെ ഉണ്ടായിരുന്നു. அந்த கசப்பை மதுரமாக்க தேவனுடைய கரம் அவர்களோடு கூட இருந்தது. ചില കുടുംബത്തോടുള്ള ദൂതാ, சில കുടുംബത്തോട് ആവിയാനവർ பேசுகிறார். ദൈവം ചില നന്മകൾ തന്നതാ, சிலருக்கு அநேகருக்கு கர்த்தர் நன்மையை தந்தார். പക്ഷേ ഇപ്പോൾ മാറയായിട്ടിരിക്കുക. ஆனால் அதெல்லாம் இப்போ கசப்பா இருக்குது. ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ നിന്റെ കൂടെ. தேவனுடைய கரம் உங்களோடு கூட இருக்கிறது. ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ നിന്റെ കൂടെ. உங்களோடு கூட கர்த்தருடைய கரம் இருக்கிறது. വെറുതെ വിടുന്ന ദൈവമല്ല, உங்களை சும்மா அனுப்புகிறவர் அல்ல. കരം പിടിച്ചു നടത്തുന്ന ദൈവം. கரம் பிடித்து நடத்துகிற ஆண்டவர். നിങ്ങൾക്കറിയാമോ, അവൻ 32 ലക്ഷം പേർ. உங்களுக்கு தெரியுமோ, 32 லட்சம் பேர் ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ ஒரு நேரம் சாப்பிட வேண்டுமானால் എത്രമാത്രം ആഹാര സാധനങ്ങൾ വേണം? எவ்வளவு ஆகார பொருட்கள் தேவைப்படுகிறது? എത്രമാത്രം കലം പാത്രങ്ങൾ നമുക്ക് വേണം? எத்தனை பாத்திரங்கள் அதுக்கு தேவைப்படுகிறது? പക്ഷെ നിങ്ങൾക്കറിയാമോ, രാവിലെ ആകുമ്പോൾ അവർക്കുള്ള ആഹാരം പൊഴിച്ചു കൊടുക്കുന്ന സ്വർഗത്തിലെ കരം. ஆனால் காலை வேளையில் அவர்களுக்கு தேவையான ஆகாரத்தை வானத்திலிருந்து கர்த்தர் அவங்களுக்கு கொடுத்தது தேவனுடைய கரம். ഈ കരം ഉണ്ടായത് കൊണ്ട് മന്ന വെളിപ്പെടുകയാ. இந்த கரம் ഉണ്ടായിരുന്നതിനാல தான் மன்னா வெளிப்பட்டது. അവരറിയാതെ വെയിലത്ത് നടക്കുമ്പോൾ തളർന്നു വീഴാതിരിക്കാൻ അവൻ മേഘം പോലെ നിൽക്കുന്ന ഒരു കരം. அவர்கள் வெயில் வனாந்திரத்தில் நடக்கும்போது அவர் தளர்ந்து விழாமல் இருக்கும்படிக்கு அவள் நிழலாய் இருக்கிற தேவனுடைய கரம். ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂത് പറയുകയാ. இந்த இரவில் தேவனுடைய செய்தி சொல்லப்படுகிறது. നീ വീഴാഞ്ഞത് ഈ കരത്തിന്റെ തണൽ കൊണ്ടാ. நீங்கள் நடக்கிறது தேவனுடைய நிழலினால. ഈ വീഴാഞ്ഞത്, നീ തളരാഞ്ഞത്, ഈ അന്ധതമസിൽ നീ തപ്പിത്തടയാഞ്ഞത് ഈ ദൈവത്തിന്റെ അഗ്നി തൂണുണ്ടായത് കൊണ്ടാ. நீங்க தளர்ந்து போகாமல் விழுந்து போகாமல் இந்த இருட்டுக்குள் நீங்க தப்பி தடவாமல் நடந்தது தேவனுடைய கரம் உங்களோடு கூட இருந்ததனால. ആമേൻ. ഈ ദൈവത്തിന്റെ കരമാ ഇന്ന് രാത്രികാലം നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നത്. இந்த தேவனுடைய கரம் தான் நம்மை இந்த நாள் மட்டும் இந்த இடத்துல கொண்டு ഈ வந்தது. കരമാ മോശയുടെ കൂടെ ഇരുന്ന കരം. இந்த கரம் தான் மோசையோடு கூட இருந்த கரம். മോശ പറയുക, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, மோசே சொல்லுகிறான், எனக்கு பேச தெரியாது, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യൻ.
മനുഷ്യൻ? நான் தடித்த நாவுள்ள மனிதன். നീ തടിച്ച നാവുള്ള മനുഷ്യനാണോ? நீ தடித்த நாவுள்ள மனிதனாயிருப்பாயோ? ഞാൻ നാവിന്റെ കൂടിരിക്കും. நான் உன் நாவோடு கூட இருப்பேன். ഞാൻ ഒരിക്കൽ പരാജയപ്പെട്ട സ്ഥലത്ത് ഞാൻ ഇനി അവിടെ പോകുന്നില്ല. நான் தோற்று போன இடத்துல நான் இனி போக மாட்டேன். ഞാൻ നിന്റെ കൂടെ വരും. ஆனா நான் உன்னோடு கூட வருவேன். നീ എവിടെ പരാജയമായി തീരുമോ അവിടെ ദൈവമായി മാറുകയാ. நீ எங்க தோற்று போன்னு நினைக்கிறியோ அங்க தேவன் உங்களோடு கூட வருகிறார். നിങ്ങൾക്കറിയാമോ അവിടെ ദൈവം പറഞ്ഞൊരു പേരുണ്ട് ദൈവത്തിന്റെ. அங்க தேவன் அவருக்கு சொன்ன ஒரு பேருண்டு. അതിനു മുമ്പ് നമ്മൾ വായിക്കുന്നു യഹോവ എൽഷദായ് എന്നൊക്കെ വായിക്കുന്നുണ്ട്. அதுக்கு முன்பாக தேவனுடைய பேர் யெகோவா, நம்ம சர்வ வல்லமையுள்ளவர்னு வாசிக்கிறோம். പക്ഷേ ഇവിടെ പറയ ഞാനാകുന്നവൻ ഞാനാകുന്നു. நான் இருக்கிறவராகவே இருக்கிறேன்னு மோசேக்கு தேவன் சொல்லுகிறார். കാരണം എന്തെന്നറിയാമോ? காரணம் என்ன தெரியுமோ? നിന്റെ യാത്രയിൽ നിനക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. யாத்திரையில உனக்கு अनेक பிரச்சனைகள் உண்டு. ഞാൻ എൽഷദായ് മാത്രമല്ല, சர்வ வல்லமையுள்ளவர் மட்டுமல்ல, യഹോവ നിസി മാത്രമല്ല, நான் யெகோவா நிசி மட்டுமல்ல, നിനക്ക് ആവശ്യമുള്ള സമയത്ത് അതായി മാറുന്ന ഒരു ദൈവം. நான் உனக்கு என்ன தேவை உணர்கிறதோ அந்த தேவைக்கேற்ற பிரகாரம் மாறுகிற ஒரு தெய்வம். നീ പട്ടിണി കിടക്കുകയാണെങ്കിൽ ഞാൻ മന്നയായി മാറും. நீ പസിയോട് ഇരുപ്പായാൽ ഉനക്ക് മന്നാக മാറും. നിനക്ക് ദാഹിക്കുന്നെങ്കിൽ ഞാൻ തീക്കൽ പാറയിലെ വെള്ളമായി മാറും. നീ തണ്ണീർ താകത്തോടിരുന്നാൽ ഞാൻ ഉനക്ക് തണ്ണീർ തടാകமாக മാറുவேன். നിനക്ക് വെയിലടിക്കുന്നെങ്കിൽ ഞാൻ മേഘമായി മാറും. ഉനക്ക് വെയിലടിക്കുന്നതിനാൽ ഞാൻ മേഘമായി മാറുவேன். നിനക്ക് ആമേൻ 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 നിനക്ക് എന്ത് ആവശ്യം അതായി ഞാൻ മാറും. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഉനക്ക് என்ன தேவையோ അതുപോലെ ഞാൻ മാറുவேன். அதுக்கு அர்த்தம் தான் நான் இருக்கிறவராகவே இருக்கிறேன். ആമേൻ. ദൈവത്തിന്റെ കരം, അത് ദേവന്റെ കരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദേവന്റെ പ്രസന്നം. ആമേൻ. ഇന്ന് രാത്രികാലം ജനത്തോട് ദൂത് പറയുക, എന്റെ കരം നിന്റെ കൂടെ ഉണ്ട്. അത് ദേവൻ ആവിയാനവർ ഉങ്ങളോട് ചെയ്തു சொல்ற கர்த்தருடைய கரம் உங்களோடு கூட உண்டு. ആമേൻ. ഞാൻ 2010 ആമേൻ ഇവിടുന്ന് നോർത്ത് ഇന്ത്യക്ക് പോയതാ. 2010 ഞാൻ വട ഇന്ത്യക്ക് இந்த இடத்துல கடந்து போனேன். ആമേൻ. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ നടക്കും, എങ്ങനെ കാര്യങ്ങളാവും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് தெரியாது நான் எப்படி போவேன், எப்படி காரியங்கள் நடக்கும் എന്ന് എനിക്ക് പക്ഷേ தெரியாது. അന്ന് ദൈവത്തിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു. ஆனால் தேவனுடைய சத்தத்தை எனக்கு கேட்கப்பட்டது. എന്റെ കരം നിന്റെ കൂടെ ഉണ്ട്. என் கரம் உன்னோடு கூட உண்டு. അപ്പോൾ ഞാൻ പലപ്പോഴും പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എവിടെയാ കരം? நான் பிரச்சனைகள் வரும்போது நான் ஆண்டவரிடத்தில் கேட்டிருக்கிறேன், ஆண்டவரே எங்கே என்னுடைய கரம்? നീ അറിയാത്തൊരു കരം നിന്റെ പിന്നിലുണ്ടായതുകൊണ്ടാ 2025 അവ ഈ മാസം 16-ാം തീയതി രാത്രി വരെ കൊണ്ടുവന്നതെന്ന് അടിവരയിട്ട് ഞാൻ അരബാവിൽ വിളിച്ചു പറയുകയാണ്. நீங்க அறியாத ஒரு கரம் உங்களோடு கூட இருந்ததனால தான் இந்த 2025 10ஆம் மாதம் வரையும் கர்த்தர் உங்களை கொண்டு வந்து நிறுத்தினது. ആമേൻ. ഫറവോൻ പറയുക, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു വ്യക്തി. பார்வோன் சொல்லுகிறார், தேவனுடைய சமூகம் கூட போகிற ஒரு மனுஷன். ആമേൻ. നമുക്കറിയാം, ആമേൻ, ഫറവോന്റെ ആമേൻ ആരാധിക്കുവാൻ വേണ്ടി ദൈവം വിട്ടയച്ച ഒരു ജനത. பார்வோனிடத்திலிருந்து தேவனை ஆராதிக்கும்படி தேவன் பார்வோன் விட்டு அனுப்பின ஒரு கூட்டம். ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ஒரு காரியத்தை கேட்கிறேன். ആമേൻ. മോശ വന്ന് ഫറവോനോട് ചോദിച്ച ചോദ്യം എന്താ? மோசே வந்து பார்வோனிடத்துல கேட்ட அந்த கேள்வி இல்லனா அந்த ரிக்வெஸ்ட் என்ன? ആമേൻ. 400 വർഷം അടിമകളായി കിടക്കുക ഈ ജനം. 400 வருடமாக அடிமைகளாக இருக்கிறார்களே. ഇപ്പോ മോശ വന്ന് ചോദിച്ച ഒരു കാര്യമാ, ഈ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. மோசே இவனமா வந்து கேட்கிறார், நீ இந்த ஜனத்தை ஆராதனை செய்யும்படி விட்டனுப்பு. അപ്പോൾ അതിനകത്തൊരു അർത്ഥമുണ്ട്. அதுல ஒரு அர்த்தம் இருக்கிறது. 400 വർഷത്തെ ബന്ധനം പൊട്ടണമെങ്കിൽ 3 ദിവസത്തെ ആരാധന മതിയെന്ന്. 400 வருடத்துடைய கட்டுகள் பொட்ட வேண்டுமானால், விடுவிக்கப்பட வேண்டுமானால் 3 நாளுக்குள்ள ஆராதனை போதும். ആമേൻ. ഒന്ന് ആരാധിച്ചാൽ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടുകളെ പൊട്ടിക്കാൻ ദൈവശക്തനാ. ஒன்று நீங்கள் ஆராதித்தால் வருஷங்கள் பழகி போன கட்டுகளை உடைத்து விட என் ஆண்டவர் போதுமானவர். 400 വർഷം ആരാധിക്കാതെ കെട്ടപ്പെട്ട് കിടന്ന ഈ ജനത, 400 வருடமாய் ஆராதிக்க முடியாமல் கட்டப்பட்டிருந்த இந்த ஜனம், മോശ മനസ്സിലായി ഇവർ ആരാധിച്ചാൽ ഇവരുടെ കെട്ട് പൊട്ടും. மோசேக்கு புரிந்தது, இவர் ஆராதிப்பார்களேயானால் நிச்சயமாக இவர்கள் கட்டுகள் அழிந்து போகும். ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. இந்த இரவு நான் உங்களோடு செய்தி சொல்லுகிறேன். ആമേൻ. ഇതിനകത്ത് ആരാധന വെളിപ്പെട്ടാൽ, இதற்குள்ளே ஆராதனை வெளிப்படுமையானால், ഇതിനകത്ത് സ്തുതികൾ ഉയർന്നാൽ, இதுக்குள்ளே ஸ்துதிகள் உயர்மையானால், അവൻ നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം പൊട്ടിമാറും. உன்னை கட்டி வைத்திருக்கிற சில கட்டுகள் இந்த இரவில அவிழ்ந்து மாறும். നീ രോഗത്തിനെ ശാസിക്കണ്ട, நீ வியாதியை கடிந்து கொள்ள வேண்டாம். അവൻ നീ ശാപത്തെ ശാസിക്കണ്ട, சாபத்தை கடிந்து கொள்ள வேண்டாம். ആരും ശാസിക്കാത്ത ചിലത് ഒഴിഞ്ഞു മാറും. ஆரும் கடிந்து கொள்ளாமல் சில காரியங்கள் உங்களை விட்டு விட்டு மாறும். മലാക്കി പറയുകയാ, மல்கியா தீர்க்கதரிசி இவனமாய் சொல்லுகிறார். മലാക്കി ഇങ്ങനെ പറയുകയാ, மல்கியா தீர்க்கதரிசி இவனமாய் சொல்லுகிறார், നിങ്ങൾ മടങ്ങി വന്ന എന്റെ
എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ மறுபடியும் என் பக்கத்துல திரும்பி வருவீர்களே ஆனால் ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. நான் வெட்டுக்கிளிகளை கடிந்து கொள்வேன். നീ ശാസിക്കണ്ട, நீ கடிந்து கொள்ள வேண்டாம், ഞാൻ ശാസിക്കും. நான் கடிந்து கொள்வேன். ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് പറയുകയാ, இந்த இரவு தேவனுடைய செய்தி சொல்லுகிறார். നാളുകളായി നിന്നെ അലട്ടുന്ന വെട്ടുക്കിളി, நாட்களாக உங்களை சல்லியப்படுத்திக் கொண்டிருக்கிற வெட்டுக்கிளி ഇന്ന് രാത്രി ആ ബലമുള്ള കരത്തിലേക്കൊന്ന് താണു വന്നാൽ, இந்த பலமுள்ள கரம் இந்த இடத்துல இறங்கி வருமேயானால் എന്റെ ദൈവം പറയുക, ഞാൻ നിന്റെ വെട്ടുക്കിളിയെ ശാസിക്കും. நான் உன்னுடைய வெட்டுக்கிளியை கடிந்து கொள்வேன். എന്നിട്ട് മലാക്കി പറയുക, നിന്റെ ആമേൻ നിലത്തിലെ അനുഭവം മൂക്കാതെ പൊഴിയത്തില്ല. உன்னுடைய அதனால அப்படி அதுக்கு மலாக்கி மல்கியா உணமாய் சொல்லுகிறார், உன் நிலத்தின் விளைச்சல் விளையாமல் இருக்காது. കാരണം എന്താ? നീ വരേണ്ടതുപോലെ വന്നാൽ, நீ வர வேண்டிய விதத்துல வந்தால் ആമേൻ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. தேவன் உனக்காக இறங்குவார். ബലമുള്ള കരം നമുക്ക് വേണ്ടി വെളിപ്പെടും. பலமுள்ள கரம் உனக்காக வெளிப்படும். ദേശം കണ്ടിട്ട് പറയും, ഇത് എങ്ങനെ സംഭവിച്ചു? தேசத்தார் பார்த்து சொல்வார், இது எப்படி சம்பவித்தது? ഇത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. மனுஷருடைய கண்களுக்கு ஆச்சரியமாக இருக்கிறது. ആരാധിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ആരാധിക്കുന്നവர்களுக்காக கிரியை செய்கிற ஒரு கரம் உண்டு. എങ്കിലേക്ക് മടങ്ങി വരുവിൻ എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരും. என்னிடத்தில் திரும்பி வாருங்கள், நான் உன்னிடத்தில் திரும்பி வருவேன். മടങ്ങി വന്നാൽ, திரும்பி வந்தால் ആമേൻ, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. நான் വെട്ടുക്കിളിகளை കടിந்து ആമേൻ. கொள்வேன். മൂക്കാതെ മുന്തിരിങ്ങ പൊഴിഞ്ഞു പോകത്തില്ല. ഇതുവരെയും കായ്ക്കാതെ മുന്തിരി പഴം കായ്ക്കാமல் போகாது. നിന്റെ ഭണ്ഡാരത്തിൽ അളവ് പോരാതെ വേണം ഞാൻ നിന്നെ നിറയ്ക്കും. പണ്ടക സാലകളെ அளவுக்கு மேலாக நான் அதை நிரப்புவேன். ഈ കരത്തിലേക്കൊന്ന് മടങ്ങി വാ. இந்த கரத்துக்குள்ள மடங்கி திரும்பி வர முடியுமா? അവൻ ഒന്ന് യോസഫ്, ആമേൻ, തന്റെ പ്രശ്നത്തിൽ ദൈവത്തിന്റെ കരം കൂടിയിരുന്നു. முதலாவதாக யோசேப்பு தன்னுடைய பிரச்சனையின் மத்தியில் தேவனுடைய கரம் கூட இருந்தது. രണ്ട്, ആമേൻ, മോശ തന്റെ പരാജയത്തിൽ ദൈവത്തിന്റെ കരം കൂടിയിരുന്നു. രണ്ട്, மோசேயின் தோல்வியின் நேரங்களில் தேவனுடைய கரம் கூட இருந்தது. ആമേൻ. മൂന്ന്, ആമേൻ, ഏലിയാവ്, തളർന്നിരിക്കുന്ന ഏലിയാവിന്റെ കൂടെ കരം കൂടിയിരുന്ന ദൈവം. മൂന്ന്, തളർന്നു പോന സോർന്നു പോന എലിയാവോട് കൂടെ ഇരുന്ന കരം. ആമേൻ. നമുക്കറിയാം, ആമേൻ, ഏലിയാവിന്റെ കൂടെ ഇരുന്ന ഒരു കരം. നമുക്ക് തെരിയും എലിയാവോട് കൂടെ ഇരുന്ന കരം. ആമേൻ. ഇവിടെ ആമേൻ, ആമേൻ, അവിടെ ചൂരച്ചെടി തണലിൽ കീഴിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവ്, ചുരച്ചെടി കീഴില് മരിച്ചു പോകുന്നതിന് വിരുമ്പുന്ന മനുഷ്യൻ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിനക്ക് ദൂരയാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട്, ദേവന്റെ ആവിയാനവർ ഉനക്ക് പോക വേണ്ടിയ പ്രയാണം വെகு ദൂരം, യഹോവയുടെ കരം കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് രഥത്തിനു മുമ്പേ ഓടിയ ഒരു ഏലിയാവ്. കർത്തരുടെ കരം കൂടെ ഇരുന്നതിനാല രഥങ്ങൾക്ക് മുൻപാக ഓടുന്ന എലിയ. ആമേൻ. മതി കർത്താവേ എന്ന് പറഞ്ഞത് ആമേൻ ഏലിയാവ്. കർത്താവേ എന്ന് சொன்ன എലിയ ഇവിടെ വിളിച്ചു പറയുക, ദൈവത്തിന്റെ കരമുണ്ടായത് കൊണ്ട് കുതിരകളുടെ കൂടെ ഓടുന്ന ഒരു ഏലിയാവ്. தேவனுடைய கரம் கூட இருந்தனால் குதிரைகளோடு கூட ஓடக்கூடிய பலமுள்ள எலியா. ആമേൻ. തളർന്നു പോകാനല്ല ഈ കരം കൂടെ ഉള്ളത്. ஆமென். நொறுங்கி போகிறதுக்கு அல்ல தேவனுடைய கரம் கூட இருக்கிறது. ഈ കരം കൂടെയുള്ളത് നിന്നെ ബലപ്പെടുത്താനാ. இந்த கரம் உன்னோடு கூட இருப்பது உங்களை பலப்படுத்துவதற்காக. ഈ ബലമുള്ള കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. இந்த பலமுள்ள கரத்தில் உங்களுக்கு உன்னை ஒப்பு கொடுக்க முடியும். എലിയാവേ, നിന്നെ തകർത്തു കളയാനല്ല. எலியாவே, உன்னை அழித்து போடுவதற்காக. രാജകൽപ്പന നിനക്കെതിരായി പുറപ്പെടുവിച്ചോട്ടെ. ராஜாவின் கற்பனை உனக்கு விரோதமாக எழும்பலாம். ആമേൻ. ആത്മാവിൽ അഭിഷേകമുള്ള പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ദൂത് പറഞ്ഞാൽ, ആവിയിൽ നിറവുള്ള അവൻ തിരുക്കത്തരിച്ച് എഴുമ്പി നിന്ന് കർത്തരുടെ വാർത്തയെ അറിയിപ്പാറയാനാ. രാജാക്കന്മാരുടെ മുഖത്തു നോക്കി ദൂത് പറയാനുള്ള പ്രാപ്തി പ്രാപിച്ച ആമേൻ ദൈവത്തിന്റെ അഭിഷക്തൻ, ராஜாவின் முகத்தை பார்த்து தேவனுடைய ஆலோசனையை சொல்ல தைரியம் கிடைத்த தேவனுடைய ஊழியக்காரன். ഏലിയാവ് അറിയാത്തൊരു കരം ഏലിയാവിന്റെ പിന്നിലുണ്ടായിരുന്നു. എലിയാവുക്ക് தெரியாத ഒരു കരം എലിയാവുക്ക് പിന്നാടി ഇരുന്നത്. ഇന്നലകളിൽ തളർന്നു പോകാഞ്ഞത് നിന്റെ കുടുംബത്തിൽ ഈ കരമുണ്ടായത് കൊണ്ട്. നേற்றைய നാட்களிൽ നീ തളർന്നു പോകാமல் ഇരുന്നത് தேவனுடைய കരം ഉങ്ങളോട് കൂടെ ഇരുന്നതിനാല. നീ ശ്രമിച്ചിട്ടും പലതും നടക്കാഞ്ഞിട്ടും അവൻ നീ തളർന്നു പോകാഞ്ഞത് നിന്നെ പിടിച്ചു നടത്തുന്ന ഒരു കരം. എത്രയോ മുறை മുയற்சி பண்ணி பார்த்துட்டு நீங்க வெற்றி அடையாமல் இருந்துட்டும் நீங்க சோர்ந்து போகாமல் இருந்தது தேவனுடைய கரம் உங்களோடு கூட இருந்ததினால. രാത്രി ദൈവത്തിന്റെ ദൂത് പറയുകയാ, നീ ഒറ്റയ്ക്കല്ല, നീ അറിയാത്തൊരു കരം നിന്റെ കൂടെ ഉണ്ട്. ദേവാവിയാൻ ഉങ്ങളെ பார்த்து சொல்லுகிற நீ தனிமையல்ல, நீங்க அறியாத ஒரு தேவனுடைய கரம் உங்களோடு கூட இருக்கிறது. അവൻ ഇന്ന് വരെ കൊണ്ടുവന്നത്, നിന്നെ വന്നത് വെറുതെ അല്ല, നീ അറിയാത്തൊരു കരമാ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാ ഞാൻ. உங்களை இங்க வர கொண்டு வந்து நீங்களா வந்ததல்ல, ஆவியானவர் சொல்லுகிறார், தேவனுடைய கரம் தான் இந்த இடம் வரை உங்களை கொண்டு வந்தது. അവൻ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? பின்னாடி பார்க்க முடியுமா? ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? நேற்றைய நாட்களில் உங்களை சிந்தித்து பார்க்க முடியுமா? നീ വന്ന വഴിയിലേക്ക് ഒന്ന് നോക്കാൻ കഴിയുമോ? வந்த வழிகளை பார்க்க முடியுதா? നീ എങ്ങനെ വന്നെന്ന് അറിയുമോ? நீங்க எப்படி வந்தீங்கன்னு உங்களுக்கு
தெரியுதா? എങ്ങനെ ഇവിടം വരെ എത്തിയെന്നറിയുമോ? எப்படி நீங்க இந்த இடத்துல வர வந்தீங்கன்னு உங்களுக்கு ഞാനൊന്ന് ചോദിച്ചോട്ടെ, நான் கேட்கட்டும், അവൻ എബനേസർ അല്ലേ? அவர் எபனேசர் அல்லவா? അവൻ ഇവിടം വരെ നിന്നെ കൊണ്ടുവന്നതല്ലേ? அவர் இதுவரையும் உங்களை கொண்டு வந்தவர் அல்லவா? അവൻ ഇല്ല 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 നടക്കത്തില്ലെന്ന് പറഞ്ഞ 100 വിഷയങ്ങളുടെ മധ്യേ, இல்லை முடியாது என்று சொல்லப்பட்ட 100 காரியங்களுடைய நடுவில் അറിയാത്തൊരു കരമല്ലേ ദൈവം കൊണ്ടുവന്നതെന്ന് ഞാൻ പറയട്ടെ. நீங்கள் அறியாத ஒரு கரம் அல்லவா உங்களை இந்த இடம் வரை கொண்டு வந்தது. യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ യെരമ്യാ தீர்க்கதரிசன புத்தகம் 18-ാം அதிகாரம் യെരമ്യാവിനോട് ദൂത് വിളിച്ചു പറയുകയാണ്, യെരമ്യാவை பார்த்து ആണ്ടവർ செய்தியை നീ சொல்லுகிறார், കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, நீ குயவன் வீட்டுக்கு கடந்து போ, അവിടെ വെച്ച് ഞാൻ നിന്നോട് ഒരു കാര്യം കാണിക്കാം. நான் அங்கே வைத்து ஒரு காரியத்தை உங்களுக்கு சொல்லுகிறேன். കുശവൻ മണ്ണെടുത്ത് കുഴച്ചുകൊണ്ടിരിക്കുക, குயவன் மண்ணை எடுத்து அதுல மறைந்து கொண்டிருந்தான். ആ മണ്ണെടുത്ത് കുഴച്ച മണ്ണ് ആ പാത്രം കയ്യിൽ തകർന്നു പോയി. அந்த கையில் அவன் கரத்தில் இருந்த அந்த பாத்திரம் உடைந்து போயிட்டு, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ അവിടെ യെരമ്യാവിന്റെ അടുത്ത് പറയുക, യഹോവയുടെ കൈ അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹമേ, കളിമണ്ണും കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. அங்க தேவன் விபணமாய் சொல்லுகிறார், இஸ்ரவேல் ஜனமே, நீங்கள் குயவன் கரத்துல களிமண் இருக்கிறது போல நீங்கள் என் கரத்தில் இருக்கிறீர்கள். തകർന്നു പോയ മണ്ണിനെ പണിയപ്പെടുന്ന ഒരു കരം, உடைந்து போன கெட்டுப்போன மண்ணை மறுபடியும் வனைந்தெடுக்கிற ஒரு கரம். മറ്റാരോടുമുള്ള ദൂതല്ല, ഇത് നിന്നോടുള്ള ദൂതാ. அது வேற யாருக்கு கொடுக்கப்பட்ட செய்தி அல்ல, இது உங்களுக்கு கொடுக்கப்பட்ட செய்தி. ദൈവ കുശവന്റെ കയ്യിൽ തകർന്നു പോയൊരു മൺപാത്രം, குயவன் கையில் கெட்டுப்போன ஒரு மண் பாத்திரம், അതിനെ വീണ്ടും രൂപാന്തരപ്പെടുത്തി തികവുള്ളൊരു പാത്രമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പദ്ധതി, அதை மறுபடியும் மறுரூபமாக்கி தேவனுக்கு முகந்த பாத்திரமாய் மாற்றுகிற தேவனுடைய திட்டம். ഇത് ശക്തിയുള്ള കരമാ, இது வல்லமையுள்ள கரம், ഇത് ആശ്വസിപ്പിക്കുന്ന കരമാ, இது ஆறுதல் கொடுக்கிற கரம், ഇത് ബലം പകരുന്ന കരമാ, பலமுள்ள கரம். ഇത് ശക്തി നങ്ങന്ന് നടത്തുന്ന കരമാ. பலம் தந்து உங்களை நடத்துகிற கரம். പക്ഷെ ഇത് നിന്നെ പണിയുന്ന കരമാ, மறுபடியும் உங்களை இது வனைந்து கொள்ளுகிற கரம். തകർന്നു പോയ നിന്നെ, உடைந்து போன உங்களை നിന്നെ പണിയപ്പെടുന്ന ബലമുള്ള കരം, மறுபடியும் உருவாக்குற பலமுள்ள கரம். നീ അറിയാതെ ഈ കരം നിന്റെ കുടുംബത്തിൽ ഉണ്ട് കേട്ടോ. நீங்க அறியாமல் இந்த கரம் உங்க குடும்பத்தில் இருக்கு. നാളുകളായി നീ കരയുന്ന വിഷയങ്ങൾ ഈ കര ഉണ്ട് കേട്ടോ. நிறைய நாட்களாக அழுகிற விஷயத்தின் மேல இந்த கரம் இருக்கு. നാളുകളായി നീ വിളിച്ചു പേശുന്ന വിഷയങ്ങളിൽ ഈ കരം ഉണ്ട് കേട്ടോ. அநேக நாட்களாக நீ கதறிக் கொண்டிருக்கிற காரியங்கள் மேல இந்த கரம் கூட இருக்கிறது. ഇന്ന് രാത്രി ഈ ദൂത് എന്റെ മേൽ ദൈവം തന്നിട്ട് പറഞ്ഞതാ, ഈ ദേശത്തോട് പറയാൻ എന്റെ കരമാ നിന്നെ ഇവിടെ വരെ നിർത്തിയതെന്ന്. இந்த செய்தி ஆண்டவனுக்கு தந்துட்டு சொன்னால், இந்த தேசத்துக்கு கொடுக்க வேண்டிய செய்தி என்னுடைய கரம் இந்த தேசத்தோடு கூட இருக்கிறது என்பதை. നിന്റെ കുടുംബത്തോടുള്ള ദൂതാ, உன் കുടുംബത്തോട് தமிழ் சொல்லுகிறார். നിന്റെ വ്യക്തിപരമായുള്ള ദൂതാ, தனிப்பட்ட முறையில் கர்த்தர் பேசுகிற നിന്റെ செய்தி, തലമുറയോടുള്ള ദൂതാ. சந்ததியோடு கர்த்தர் பேசுகிற செய்தி. തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. உடைந்து போக நிர்மூலமாக கர்த்தர் அனுமதிக்கிறவர் அல்ல. തകർക്കാൻ ശത്രു നോക്കിയപ്പോഴും, உன்னை நிர்மூலமாக்க சத்துரு நினைத்த போதும், നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോഴും, உன்னால முடியாத நீ தகுதி அல்ல என்னை மாற்றி நிறுத்தின போதும், ദൈവത്തിന്റെ കരമാ നിന്നെ പിടിച്ചു നിർത്തിയത്. தேவனுடைய கரம் தான் உன்னை தாங்கி நிறுத்தினது. ആമേ. ഇവിടെ ദൈവദാസന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൂതാ ഇത്. தேவனுடைய ஊழியக்காரர்கள் கேட்கிறீங்கன்னா உங்களோட கர்த்தர் சொல்லுகிற ഈ ஆலோசனை, ദേശത്തിൽ നിന്ന് ഓടിച്ചു കളയുവാൻ ശത്രു വാതുകെട്ടി നിന്നപ്പോഴും, இந்த தேசத்தில் உன்னை ஓட்டி விடுவதற்கு, இங்கிருந்து அடித்து விரட்டுவதற்கு சத்துரு பദ്ധதியிட்ட திட்டம் போட்ட போது, നിന്നെ വേരോട് പുഴുതു കളയുവാൻ ശത്രു പദ്ധതിയിട്ടപ്പോഴും, உன்னை வேரோடு பறித்து விட சத்துரு திட்டமிட்ட போதும், നിന്നെ നാട്ടിവെച്ചത് ഈ കരമാണെന്ന് മറന്നു കളയരുത്. உன்னை நிறுத்தி விட்டது தேவனுடைய கரம் என்பதை நீ மறந்து போக கூடாது. ഇന്ന് ആ കരം ഇവിടെ ഉണ്ട്. இன்றைக்கும் அந்த கரம் எங்கே உண்டு. അത് തകർത്ത് കളയുന്ന കരമല്ല, அது நிர்மூலமாக்குற கரம் அல்ல, അത് നിന്നെ പണിയുന്ന കരമാണ്. அது உங்களை உருவாக்குற கரம். ആ കരത്തിന്റെ അച്ച് നിന്റെ ദേഹത്ത് പതിഞ്ഞിരിക്കുക. அந்த கரத்தின் அடையாளம் உங்கள் மேல் பதிந்திருக்கிறது. അതുകൊണ്ട് ആ ശത്രു നിന്നെ തൊടാത്തത്. அதனால தான் சத்ருனால உங்களை தொட முடியல. അതുകൊണ്ട് ആ ആഭിചാരം നിനക്കെതിരെ അടിക്കാത്തത്. அதான் மந்திரவாதங்கள் உங்களுக்கு தொட முடியல. അതുകൊണ്ടാണ് നീ ആരാധിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടുന്നത്. அதனால தான் நீங்க ஆராதிக்கும் போது தேவனுடைய வல்லமை உங்களுக்கு வெளிப்படுகிறது. അതുകൊണ്ടാണ് നീ ഇവിടെ ഒരു അന്യഭാഷ പറയുമ്പോൾ ദൈവപ്രവൃത്തി ഇറങ്ങി വരുന്നത്. அதனால தான் இங்க இருந்து நீங்க அந்நிய பாஷை சொல்லும்போது தேவனுடைய கிரியை இங்க வெளிப்பட்டு
இருக்கிறது. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? இன்றைக்கு இரவு உங்களுக்கு ஒப்பு கொடுக்க முடியுமோ? ആ കരത്തിന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ அந்த പറ്റുമോ? கரத்துக்கு முன்பாக உங்களுக்கு ஒப்பு கொடுக்க முடியுமோ? കർത്താവേ, ആ കരം എന്റെ കുടുംബത്തിൽ വേണം. அந்த கரம் என் குடும்பத்தில் ആ வேணும். കരം എന്റെ ജീവിതത്തിൽ വേണം. அந்த கரம் என் ஜீவிதத்தில் வேணும் ஆண்டவரே. പണിയുന്ന ഒരു കരം, உன்னை உருவாக்குற ஒரு கரம். ആമേൻ. നിന്നോടുള്ള ദൂതായത്, இது உங்களோடுள்ள செய்தி. ദൈവത്തിന്റെ കരം, தேவனுடைய கரம் തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. அவர் നിർമ്മൂലമാക്കി പോക കർത്തർ അനുവദിക്കില്ല. അവൻ കുശവന്റെ വീട്ടിലേക്ക് യെരമ്യാവ് വന്ന് നോക്കുകയാ. കുയവനുടെ വീട്ടിലെ യെരമ്യാവ് பார்க்கிறான். കുശവന്റെ കയ്യിൽ തകർന്ന കുറച്ച് മണ്ണ്, കുയവൻ കരത്തിൽ ഉടൈந்து போன കെട്ടു போன கொஞ்சம் களிமண். ആമേൻ. ഈ മണ്ണിനോട് കുശവൻ എന്ത് ചെയ്യും? இந்த மண்ணுக்கு குஷவன் என்ன செய்வான்? ലോകം പറയാ തീർന്നു, കഴിഞ്ഞു. കുയവൻ ലോകം சொல்லுகிறது இதெல்லாம் முடிந்து போயிற்று. ആമേൻ. മറ്റുള്ളവർ കണ്ടവര് പറയാ കഴിഞ്ഞു പോയി, ഇതിന്റെ ചരിത്രം കഴിഞ്ഞു പോയി, ഇതിന്റെ ഇനിയും നാം നാളെ ഇല്ല ഈ മണ്ണിന്. பார்த்து நின்றவர்கள் எல்லாம் சொன்னாங்க இப்படி வரலாறே முடிஞ்சு போயிட்டு. പക്ഷെ ആ കുശവൻ വിട്ടുകൊടുത്തില്ല. அந்த കുയവൻ விட்டு கொடுக்கவில்லை. കുശവൻ പിന്നെയും ആ മണ്ണെടുത്തു. அந்த കുയവൻ മറുപടിയും அந்த കളിമൺ എടുത്തു. പിന്നെയും ഒന്ന് കുഴച്ചു. മറുപടിയും அதை കുഴൈത്താൻ. പിന്നെ ആ കരം വെച്ചൊന്ന് രൂപകൽപ്പന ചെയ്തു. മറുപടിയും അവർക്ക് ഏറ്റ പ്രകാരமாக വണൈந்து கொண்டார். മാന്യപാത്രമായ ഗണപ്പെടുത്തപ്പെട്ട പാത്രமாக അവൻ വണൈந்தெடுத்தான். മണ്ണാകുന്ന ആ മണ്ണിനെ അവൻ മാന്യപാത്രമാക്കി മാറ്റി. വെറുമുടൈந்து കെട്ടുപോன அந்த മണ്ണை അവൻ ഗണപ്പെടുത്തപ്പെട്ട പാത്രമായി, ഗണമുള്ള പാത്രമായി മാറ്റിയെടുത്താர். ദൈവത്തിന്റെ മക്കളെ, தேவனுடைய பிள்ளைகளே, ഈ കരമാ നമ്മളെ നിർത്തിയത്. இந்த கரம் தான் உங்களை நிறுத்தினது. അവൻ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. நான் என்னுடைய அனுபவத்தில் ஒரு காரியத்தை சொல்லலாம். 2010 ആമേൻ ഗ്രാജുവേഷൻ MD കഴിഞ്ഞ് നേരെ രാജസ്ഥാനിലേക്ക് ചെന്നു. 2010 என்னுடைய MD முடிச்சிட்டு நான் ராஜஸ்தானில் ചെന്ന് അവിടേക്ക് പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായി പോകാൻ തുടങ്ങി. ராஜஸ்தானில் இருந்து பல இடங்களில் ஊழியத்திற்காக கடந்து போனேன். പക്ഷെ നിങ്ങൾക്കറിയാമോ, അത് അന്ന് അധിക അനുഭവങ്ങളൊന്നുമില്ല. உங்களுக்கு தெரியுமா, அன்னைக்கு அநேக அனுபவங்கள் இல்ல. പക്ഷേ അവിടെ ചെന്ന് ദൈവം എന്നെ ഓരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. அங்க போன பிறகு ஆண்டவர் எனக்கு ஒன்றாய் கற்றுத்தர ஆரம்பிச்சார். ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ഒരു സഭയ്ക്ക് പോയി. நாங்கள் கிராமத்துக்குள்ள ஒரு சபைக்கு போறோம். വണ്ടി അവിടെ ചെല്ലത്തില്ല. அங்க வாகனம் போகாது. വണ്ടി അവിടെ നിർത്തിയിട്ട് കിലോമീറ്ററുകൾ നടന്നു പോയി. அங்கே தூர வாகனத்தை நிறுத்திவிட்டு நாங்கள் நடந்து போக வேண்டும். தூரமாக நடந்து போனோம். നടന്നു ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങളെ സ്വീകരിക്കാനൊക്കെ ആൾക്കാർ ഭയങ്കര സന്തോഷം. நாங்கள் நடந்து போன போது எங்களை வரவேற்க நிறைய ஆட்கள் இருந்தாங்க. ரொம்ப சந்தோஷமா இருந்தது. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ரொம்ப மகிழ்ச்சியா இருந்தது. അത് ഞങ്ങൾക്ക് ആരാധനയൊക്കെ കഴിഞ്ഞു, മെസ്സേജ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ വലിയൊരു ക്യൂ അവിടെ കണ്ടു, വലിയ ലൈൻ അവിടെ കണ്ടു. ஆராதனை முடிந்து செய்தி வேலை முடிந்த பிறகு பெரிய ஒரு லைன் ക്യൂல നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു കേരളത്തിൽ ഞാൻ പോകുന്ന സഭയിൽ ഇങ്ങനെ ക്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ അന്ന് ആരെങ്കിലും 10th ജയിച്ചോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായോ ലഡു കൊടുക്കും. கேரளாவில் வழக்கம் இப்படி ஆராதனை முடிஞ்சு இப்படி கியூவில் நிற்பாங்கன்னா, யார் பிள்ளைகள் பாஸ் ஆனதுனாலையோ ஏதாவது நடந்ததுனாலையோ அவங்களுக்கு இனிப்பு வழங்குவார்கள். അപ്പൊ ഞാനും വിചാരിച്ചു അങ്ങനെ. അപ്പൊ അവിടുത്തെ ദേവദാസൻ വന്ന് പറഞ്ഞു ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. அப்போ நானும் நினைச்சேன் அப்படிதான் வந்து நிக்கிறாங்க. நான் அந்த இடத்துல ஊழியக்கார விடமாய் சொன்னா இவர்களுக்காக நாம ஜெபிக்கணும். അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കാം. ഞാനും എന്റെ കൂടെ 2 പേരൂടെ ഉണ്ട്. அப்போது நானும் என் கூட 2 பேர் இருந்தாங்க. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. நாங்கள் ஜெபிக்க ஆரம்பித்தோம். പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾ, തലവേദന, മൂക്കടപ്പ്, വയറുവേദന, അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ. ஜெபிக்க வந்தது சின்ன சின்ன காரியங்களுக்காக. അപ്പോൾ ഞങ്ങൾക്കും ഭയമില്ല, ഞങ്ങളും പ്രാർത്ഥിച്ചു. எங்களுக்கு பயம் இல்லாம நாங்களும் ஜெபித்தோம். അവൻ പ്രാർത്ഥിച്ചു ഒന്നെങ്കിൽ ജലദോഷം അല്ലായിരിക്കും ഓരോന്ന് പ്രാർത്ഥിച്ചു. നിസ്സാരமான காரியங்களுக்காகத்தான் ஒவ்வொன்றுக்காக ஜெபித்தோம். ലാസ്റ്റ് ഒരു ഫാമിലി മാറി നിന്നിട്ട് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കാൻ വന്നു. கடைசியாக ஒரு குடும்பம் மாறி நின்று விட்டு கடைசியாக ஜெபிக்க வந்தார்கள். എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ രോഗം ഇതാ. அவர் சொன்னாங்க எங்களுக்காக ஜெபிக்கணும், எங்களுடைய வியாதி இது. ഞാൻ രോഗത്തിന്റെ പേര് പറയുന്നില്ല. அந்த வியாதியோட பேர் நான் சொல்லல. പക്ഷേ ആ രോഗം മാറാത്ത രോഗമാണ്. அந்த வியாதி மாறாத வியாதி. അപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയുള്ളൂ. ഞാൻ ചിന്തിക്കുക പനി ദൈവം മാറ്റും. நான் அப்போ கல்வி கற்றி இறங்கின நேரம் அப்போ என்னுடைய சிந்தையில பனி அல்ல காய்ச்சல் ஆண்டவருக்கு மாற்ற முடியும். ജലദോഷം ദൈവം മാറ്റും. ஜலதோஷத்தை ஆண்டவருக்கு மாற்ற முடியும். തലവേദന ദൈവം മാറ്റും. தலைவேதனை கத்தர் மாற்றுவா. മാക്സിമം ട്യൂമർ ദൈവം മാറ്റും. அந்த கேன்சர் கட்டியும் கத்தர் மாற்றுவா. പക്ഷെ ഈ രോഗം ദൈവം മാറ്റത്തില്ല. நான் அவங்க சொன்ன வியாதியை கத்தர் மாற்ற மாட்டார். ഞങ്ങൾക്ക് 0% വിശ്വാസം. எங்களுக்கு மொத்தத்துல 0% தான் விசுவாசம் இருந்தது. പക്ഷെ ആ ഫാമിലിക്ക് 100% വിശ്വാസം. ஆனால் அந்த வந்த குடும்பத்துக்கு 100% விசுவாசம் இருந்தது. ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു.
நாங்கள் ஒரு கிளாஸ் தண்ணி கேட்டோம். ആ വെള്ളം ഞങ്ങൾ 3 പേരുടെ കരം വെച്ച് പ്രാർത്ഥിച്ചു. நாங்கள் அந்த தண்ணீரை 3 பேருமா கரம் வைத்து ஜெபித்தோம். ഇത് ആ കുടുംബത്തിന് കൊടുത്തു. அந்த குடும்பத்துக்கு குடிக்க கொடுத்தோம். ഞങ്ങൾക്ക് അറിയാം സൗഖ്യമാകത്തില്ല. எங்களுக்கு தெரியும் அது சுகமாகாது. ഞങ്ങൾ വേഗത്തിൽ അവിടുന്ന് പോയി. நாங்கள் சீக்கிரத்துல அங்க இருந்து போனோம். ഇനി അങ്ങോട്ട് വരത്തില്ലല്ലോ. இனி அங்க வர மாட்டோம்லவா. പക്ഷേ പിന്നെ 3 മാസം കഴിഞ്ഞ് അങ്ങോട്ട് വരേണ്ടി വന്നു. மறுபடியும் 3 மாதம் கழிந்து அங்க போக வேண்டிய சூழ்நிலை ஏற்பட்டது. அப்ப ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോ ഈ കുടുംബം ഉണ്ട്. அங்கே வரவேற்க நிற்கிற கூட்டத்துல இந்த குடும்பம் இருந்தா. அப்ப ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയ മെസ്സേജ് യേശു സൗഖ്യമാക്കുന്ന ദൈവം. நான் ஆயத்தப்படுத்தி கொண்டு போன செய்தி இயேசு சுகம் கொடுக்கிற தேவன் என்று. 2 മണിക്കൂറുള്ള ഒരു മെസ്സേജ്. 2 മണിക്കൂർ பேச வேண்டிய செய்தி. ഇവരെ കണ്ടതോടെ എന്റെ 2 മണിക്കൂറുള്ള മെസ്സേജ് 5 മിനിറ്റ് ആയി. இவங்களை பார்த்த உடனே 2 மணிக்கூருக்கு நான் பேச கொண்டு போன செய்தி எனக்கு 5 മിനിറ്റുக்குள்ளே ചുരുങ്ങി പോയിട്ട്. കാര്യം കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ഇതെങ്ങനെയാ വന്ന് പ്രസംഗിക്കുന്നേ? 3 மாசத்துக்கு முன்னாடி நான் பிரசங்கம் பண்ணி ஜபித்து விட்டு மறுபடி இந்த குடும்பம் வந்து நிக்கிறக்கல்ல நான் மறுபடி இந்த செய்தியை எப்படி பிரசங்கம் பண்ணுவேன்? கேட் மெயின் கேட் ഉണ്ട്, അതിന്റെ പുറകെ വേറൊരു ഗേറ്റ് ഉണ്ട്. முதன்மையான ஒரு கேட் இருக்கு, நுழைவாயில் இருக்கிறது, அதுக்கு பின்னாடி வேறொரு கேட் இருக்கு. അപ്പോൾ ഞാൻ മെയിൻ ഗേറ്റിലൂടെ വന്നില്ല, കാര്യം അവരവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ ഗേറ്റിൽ കൂടെ വന്നു. நான் மெயின் கேட்டில் வழி வரல, மத்த கேட் வழியா உள்ள வந்தேன். പക്ഷേ ഈ കുടുംബം അവിടെ വന്ന് നിൽക്കുക. மறுபடி இந்த குடும்பம் அங்க வந்து நிக்கறாங்க. അപ്പോൾ എന്നോട് ആദ്യമേ വാക്ക് പറയും ഹമാരാ ഖുദാ സിന്ദാ ഹേ. அப்போ ஓடி வந்து என்கிட்ட சொல்றாங்க என்னுடைய தேவன் இப்போதும் ஜீவிக்கிறார். ആമേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. ഓക്കേ ജീവിക്കുന്നു, കുഴപ്പമില്ല. அப்போ வந்து சொன்னபோது எனக்கு புரிஞ்சிட்டு எனக்கு ரொம்ப சந்தோஷமாயிச்சு. நம்முடைய தேவன் ஜீவிக்கிறான்னு சொன்னான்னா அவங்களுக்கு ஒரு நம்பிக்கை வந்திருக்குன்னு நான் புரிஞ்சிட்டேன். അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? அடுத்து என்ன சொன்னாங்க தெரியுமா? ആമേ ഞങ്ങൾക്ക് ഏത് ഡോക്ടറാണോ ഈ രോഗം ഉണ്ടെന്ന് പറഞ്ഞത് അതേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഈ രോഗം ഇല്ലെന്ന്. எந்த டாக்டர் இந்த வியாதி உங்களுக்கு இருக்குன்னு சொன்னாங்களோ அந்த டாக்டர் சொன்னாங்க இந்த வியாதி உங்களுக்கு இப்போ இல்லன்னு. அப்ப ഞാൻ അവിടെ നിന്നു. அப்போ உடனே நாங்க நின்னேன். அப்ப എനിക്കൊരു സമാധാനമായി. எனக்கு சமாதானமாயிற்று. அப்ப എനിക്ക് മനസ്സിലായി ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാ. அப்ப எனக்கு புரியுது தேவன் சுகம் கொடுத்துகிற தேவன். ആമേ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? இந்த இரவு உங்களுக்கு விசுவாசம் இருக்கிறதா? എന്റെ ദൈവം ജീവനുള്ള ദൈവമാ. என் தேவன் ஜீவிக்கிற தேவன். ഇന്ന് രാത്രിയിലും ഈ കരം പ്രവർത്തിക്കുന്ന കരമാ. இந்த இரவிலும் அந்த கரம் கிரியை செய்யக்கூடிய கரம். അന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വാസം കിട്ടി. அந்த അന്നയിലിருந்து தேவனுடைய ஆவியில நான் விசுவாசத்துக்குள் வளர்ந்தேன். പഞ്ചാബിൽ അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ? പഞ്ചാബിലെ അമൃത്സർ എന്നുള്ള ഇടം உங்களுக்கு தெரியும். അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് നടക്കുകയാ. சின்ன ஒரு കൂടുകை നടന്നത്. അന്ന് ശുശ്രൂഷയുടെ ആരംഭമാ. ஊழியத்தின் ஆரம்ப கட்டம். ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അനുഭവങ്ങൾ ഒന്നുമില്ല. വചനം പ്രസംഗിക്കുക, വചനത്തെ பேசுகிறேன். ഒരാൾ അത് ഹിന്ദിയിലേക്ക് പഞ്ചാബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ പഞ്ചാബിൽ അത് മൊഴിപെയർത്തുകൊണ്ടിരിക്കുകയാர்கள். പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുക്കുന്ന ഒരു സ്ത്രീ കിടന്ന് നിലവിളിച്ചു. ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ഒരു സ്ത്രീ சத்தமா கூக்குரலிட ஆரம்பித்தாள். அப்ப எனக்கு ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിർത്തി. எனக்கு தெரியாம இருந்ததனால நான் சீக்கிரத்துல நிறுத்தினேன். அப்ப ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത് പഞ്ചാബിയിലാ. அந்த ஸ்திரீ சொன்னது பஞ்சாபி லாங்குவேஜ்ல. அப்ப എന്റെ ട്രാൻസ്ലേറ്റർ എനിക്ക് പറഞ്ഞു തരിക, അവന്റെ മൊഴിപെയർപ്പാളർ എനിക്ക് சொல்லி തന്നാ. വന്നപ്പോൾ ഇരിക്കാൻ വയ്യാത്തൊരു മുഴയുണ്ട്, അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴ കണ്ടില്ലെന്ന്. வரும்போது இருக்க முடியாத ஒரு பெரிய கட்டி இருந்தது, ஆனா பிரசங்கம் பண்ணி கொண்டிருக்கும் போது அந்த கட்டி மறைந்து போயிட்டு. അതാ ഞാൻ പ്രസംഗിച്ചപ്പോൾ ആദ്യമേ പറഞ്ഞ നമ്മുടെ ദൈവത്തിന്റെ കരത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. அதனால தான் முதலாவது சொன்னேன் நம்முடைய தேவனுடைய கரத்தால் செய்யக்கூடாத காரியம் ஒன்றுமில்லை என்று. ഇന്ന് രാത്രിയിലും ആ കരം ഇവിടെയുണ്ട്. ഇന്ന് இரவும் அந்த கரம் இங்கே உண்டு. ശുശ്രൂഷയിൽ ഇറങ്ങിയ കാര്യങ്ങൾ ഒത്തിരി ഉള്ളു പറയാനുള്ളത്. எனக்கு ஊழியத்தின் பகுதியில் செய்யறதுக்கு நிறைய காரியங்கள் உண்டு. ഒരിക്കൽ അജ്മാൻ എന്ന സ്ഥലത്ത് ஒரு முறை അജ്മാനുള്ള இடத்துல അന്ന് ആമേൻ ഇന്നേക്ക് ഒരു 10-15 വർഷം മുൻപാ, 15 வருடங்களுக்கு முன்பாக ആമേൻ ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷിക്കുക. ഞാൻ അങ്ക ஊழியத்தை ചെയ്തുകൊണ്ടേ. പഴയ ഒരു സഭയാ, பழைய ஒரு சபை. എല്ലാം പ്രായമുള്ള ദൈവദാസന്മാരും ഒത്തിരി പേര്, எல்லா வயதான முதிர்ந்த ஊழியர்கள் நிறைய பேர் இருந்தாங்க. എല്ലാവരും ഞാൻ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ തലയാട്ടുക, ദൈവം ഉണ്ട്. എല്ലാവരും தான் சொல்லும்போது தேவன் உண்டுன்னு சொல்லுமா அவங்க தலையாட்டிட்டு இருந்தாங்க. ആമേൻ ഞങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ല, കാലിന്മേൽ കാലും കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. அவங்க கால் மேல காலை போட்டுட்டு ஆமா எங்களுக்கு தெரியும் தெய்வம் உண்டுன்னு நல்லா சொல்லிட்டு இருந்தாங்க. ആമേൻ പ്രസംഗിച്ച് പകുതി ആയപ്പോഴത്തേന്, பிரசங்கம் பண்ணி பகுதியான உடனே ഒരാളുടെ മേൽ ഭൂതമിളകി. ഒരാളുടെ മേല ഭൂതമിളകി, പിശാച് ഇളകിട്ട്. അപ്പോൾ ദൈവമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഭയത്തെക്കാളും ആൾക്കാർക്ക് ഭയമായി. தேவன் உண்டு என்று சொன்னபோது உண்டான பயத்தை விட பிசாசு இளங்கின போது பயங்கர பயம் உண்டாயிற்று. കണ്ണടച്ചു.
எல்லாரும் கண்கள் அடைத்தார்கள். എല്ലാവരും ആരാധിക്കാൻ തുടങ്ങി. எல்லாரும் ஆராதிக்க ஆரம்பித்தார்கள். അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. தேவனை மகிமைப்படுத்த ஆரம்பித்தார்கள். അന്ന് എനിക്ക് മനസ്സിലായി, அப்பதான் எனக்கு புரிஞ்சது, അവർ ദൈവത്തെ അല്ല ആരാധിക്കുന്നേ, தெய்வத்தை அல்ல ஆராதித்தது. ഈ ഇളകിയ ഭൂതം എന്റെ മേലോട്ട് വരല്ലേ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നേ. இந்த பிசாசு பிடித்த இളകിച്ചില്ല, அந்த பிசாசு என் பக்கத்துல வரக்கூடாது என்பதற்காக ஆராதித்தார். എനിക്കറിയാം മാർത്താണ്ഡത്തിലുള്ളവർ അങ്ങനൊന്നും അല്ല. எனக்கு தெரியும் இங்க உள்ளவங்க துண்டத்தாரில் உள்ளவங்க അവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാ. அவர்கள் தேவனை மகிமைப்படுத்துகிறவர்கள். ദൈവത്തിന്റെ കരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ട്. தேவனுடைய கரம் இங்கு இருக்கிறது என்று சொன்னால் அங்கு இருக்கிறது. അത് സൗഖ്യമാക്കുന്ന കരമാ, சுகப்படுத்துகிற கரம், അത് അഭിഷേകം തരുന്ന കരമാ, அபிஷேகத்தை தருகிற கரம், അത് ദൈവിക നീതി വെളിപ്പെടുത്തുന്ന കരമാ, தேவனுடைய நீதியை வெளிப்படுத்துகிற கரம், അത് ഇന്ന് രാത്രിയിലും നിന്നെ സൗഖ്യമാക്കുന്ന കരമാ, அது இன்று இரவு உன்னை சுகப்படுத்துகிற கரம். നിങ്ങളെ പുതിയ നിയമത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. உங்களை புதிய ஏற்பாட்டுக்குள்ள கொண்டு வர விரும்புகிறேன். 1 പത്രോസ് 1 പേതുരു 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 5வது அதிகாரம் உடைய 6வது வசனம். 1 Peter chapter 5 verse number 6. 1 പേതുരു 5ാം அதிகாரம் 6வது வசனம். അതുകൊണ്ട് அதனால അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ அவன் ஏற்ற காலத்தில் உங்களை உயர்த்தும்படிக்கு ദൈവത്തിന്റെ ബലമുള്ള കീഴിൽ താണിരിപ്പീൻ. பலமுள்ள கரத்துல தாழ்ந்துருங்க. ആമേൻ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. தேவனுடைய பலமுள்ள கரத்துல நீங்க கீழ்ப்பட்டுருங்க. അതുകൊണ്ട് அதனால തക്ക സമയത്ത്, ஏற்ற வேளையில, റൈറ്റ് ടൈം, ஏற்ற வேளையில, തക്ക സമയത്ത് ஏற்ற வேளையில അവൻ ഉയർത്തേണ്ടതിന്, உயர்த்தும்படிக்கு, നിന്നെ ഉയർത്തേണ്ടതിന് உயர்த்தும்படிக்கு അവന്റെ ബലമുള്ള കൈകളിൽ, அவருடைய பலமுள்ள கரத்தில் താണിരിപ്പീൻ. அடங்கியிருங்கள். നിന്നെ ഉയർത്തുന്ന ഒരു കരമുണ്ട്. உயர்த்துகிற ஒரு கரமுண்டு. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂത് നിന്റെ കുടുംബത്തെ നോക്കി വിളിച്ചു പറയുക. இந்த இரவில் தேவனுடைய செய்தி உங்க குடும்பத்தை பார்த்து சொல்லுகிறது. ആരും നിന്നെ ഉയർത്തിയില്ലേലും, ആരും ഉങ്ങളെ ഉയർത്താമ இருந்தாலும், നിന്നെ ഉയർത്തുന്ന ഒരു കരമുണ്ട്. உங்களை உயர்த்துகிற ஒரு கரமுண்டு. ദൈവത്തിന്റെ നീതിയുള്ള കരം. உங்களுடைய தேவனுடைய நீதியுள்ள கரம். അവൻ വിഷയം ഏതുമായിക്കോട്ടെ, ஒரு பிரச்சனை விஷயம் ஏதுவா இருந்தாலும், ദൈവത്തിന്റെ കരമാ പറയുന്നത് ഞാൻ നിന്നെ ഉയർത്തുമെന്ന്. தேவனுடைய கரம் சொல்லுகிறது நான் உன்னை உயர்த்துவேன். നിന്റെ ജോലിയിൽ ഞാൻ നിന്നെ ഉയർത്തും, வேலையில் நான் உன்னை உயர்த்துவேன். നിന്റെ സഭയിൽ ഞാൻ നിന്നെ ഉയർത്തും, சபையில் நான் உன்னை உயர்த்துவேன். നിന്റെ കുടുംബത്തിൽ ഞാൻ നിന്നെ ഉയർത്തും. குடும்பத்தில் நான் உன்னை உயர்த்துவேன். പക്ഷെ ഒറ്റ വൺ കണ്ടീഷൻ, ஆனா ஒரே ஒரு நிபந்தனை, കരങ്ങളിൽ താണിരിക്കണം. கரத்துக்குள் அடங்கி இருக்க வேண்டும். പറ്റുമോ? முடியுமா? അവൻ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോ, பிலிப்பியர் நிருபத்தில் வாசிக்கும்போது, അവൻ ദൈവത്തെ യേശുക്രിസ്തുവിനെ നമുക്കറിയാം മനുഷ്യ വേഷമെടുത്ത് അവൻ സാക്ഷാൽ മനുഷ്യനായി താണു വന്നു. மனித ரூபம் எடுத்து உண்மையாகவே அடிமை வேஷத்துல மனிதனாய் இந்த உலகத்தில் அவதரித்தார். അതുകൊണ്ട് ദൈവം അവനെ സകല നാമത്തിലും മീതെ ഉയർത്തി. அதனால எல்லா நாமத்திற்கும் மேலாக என் இயேசுவை உயர்த்தினார். അതുകൊണ്ട് എന്റെ യേശുവിന്റെ നാമം സകല നാമത്തിനും മീതെ ഉള്ള നാമം. அதனால தான் என் இயேசுவின் நாமம் எல்லா நாமத்திற்கும் மேலும் மேலான நாமம். പുത്രനെ ഉയർത്തിയ ദൈവം, குமாரனை உயர்த்தின தேவன். ആമേൻ. ഈ പുത്രനെ, അവൻ താഴ്ത്തിയ പുത്രനെ, தாழ்மையா இறங்கி வந்த குமாரனை, ആമേൻ, വെളിപ്പാടിൽ യോഹന്നാൻ കാണുകയാ. வெளிப்படுத்துற விசேஷத்தில் வெளிப்பாடுல கூட யோவான் இவனமாய் காணுகிறார். ആമേൻ. തകർച്ചയിൽ പത്മോസിലേക്ക് തള്ളിവിട്ട യോഹന്നാൻ, உடைந்து போய் பத்மதீவுல தள்ளப்பட்ட யோவான், മരണം മുന്നിൽ കാണുന്ന യോഹന്നാൻ, மரணத்தை முன்ன கண்டுകൊണ്ടിருந்த யோவான், കർത്തൃദിവസത്തിൽ ആത്മവിവശനായി, கர்த்தருடைய நாளில் ஆவிக்குள்ளானா. എന്നിട്ട് കാണുകയാ, என்று இவனமாய் காண்கிறான். അവൻ മാറത്തു പൊൻകച്ച കെട്ടിയ ഈ താണ യേശു ഉയർന്നിരിക്കുകയാ. மார்பில் பொன்கச்சை தரித்தவராய் இந்த தாழ்ந்த இயேசு உயர்த்தப்பட்டிருக்கிறார். 7 നിലവിളകൾക്ക് നടുവിൽ കൂടെ ഉലാകുന്നവൻ, 7 പൊൻ കുത്തുവിളക്കിൻ മധ്യയിൽ ഉലാവുகிற ദൈവം. ആമേൻ. 7 നക്ഷത്രം വലങ്കൈ പിടിച്ചുകൊണ്ട്, 7 നക്ഷത്രത്തെ വലങ്കൈയിൽ ഏന്തിനവരാய், ആമേൻ, അവനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെയായി. அவரை பார்த்தவுடனே யோவான் சொல்றார், நான் மரித்தவனை போലെയാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുകയാണ്. நான் ஒரு செய்தியை சொல்லுகிறேன். ആ ബലമുള്ള കൈകളിൽ നീ ഒന്ന് താണിരുന്നാൽ, ബലമുള്ള കരത്തുകൾ നീ അടങ്ങിയിരിപ്പായാണ്. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. உங்களை உயர்த்துகிற ஒரு தேவனுண்டு. നീ ആ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു அந்த കൊടുത്താൽ, சமூகத்துக்குள் உன்னை ஒப்புக்கொடுப்பையான, ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കും. இப்போதே உங்கள் தெய்வ பிரசன்னம் உங்களை மேல கிரியை செய்யும். അളക്കുവാൻ കഴിയാത്തൊരു സാന്നിധ്യം, உங்களால் அடக்கி வைக்க முடியாத ஒரு தெய்வ பிரசன்னம், അവനെ അറിയാൻ കഴിയാത്തൊരു സാന്നിധ്യം அறிய முடியாத ஒரு தெய்வ பிரசன்னம் ഇന്ന് രാത്രികാലം വ്യാപരിക്കും. இந்த இரவு கிரியை செய்யும். സാധ്യതകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം, உங்களுக்கு முடியாதவைகளை முடியுமாறாக்குற தெய்வ பிரசன்னம், ആമേ, സാധ്യതകളെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം. முடியாதவைகளை முடியுமாறாக்குற தெய்வ பிரசன்னம். എന്റെ ഒരു സ്റ്റുഡന്റ്, என்னுடைய ஒரு மாணவன், സ്റ്റുഡന്റ് മധ്യപ്രദേശുകാരനാണ്. அவருடைய மத்திய பிரதேசத்தை சேர்ந்தவர். അവൻ ജനിച്ചപ്പോഴേ അവന്റെ പിതാവ് മരിച്ചുപോയി.
അവൻ பிறந்த போதே அவனுடைய தகப்பனார் இறந்து போனார். അവൻ ജനിക്കുന്നതിന് മുമ്പ് 4 സഹോദരന്മാരുണ്ട്. 4 സഹോദരൻ മരിച്ചു. അവൻ പിറപ്പதற்கு മുൻപാக 4 സഹോദരர்கள் இருந்தார்கள். 4 സഹോദരர்களுം ഇറന്നു പോனார்கள். അവന്റെ കുടുംബത്തിൽ ശാപം കിട്ടിയതുപോലൊരു കുടുംബം. അവനുடைய കുടുംബം ശാപം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു. ആ മാതാവിന് ഇവന്റെ മരണം കാണാതെ വണ്ണം സഹിക്കാൻ വയ്യാതെ ഈ മാതാവ് ഒരു ദൈവ ഓർഫനേജിലേക്ക് കൊണ്ടുപോയി. ഇവന്റെ മരണത്തെയും பார்க்க முடியாதபடி பார்க்காமல் இருக்கும்படிக்கு ഇവനെ ഒരു അനാഥശാലയിൽ കൊണ്ടുപോയി വിട്ടു. അവിടെ കൊടുത്തു. അവിടെ ഒരു ദൈവദാസന്റെ കരത്തിൽ കൊടുത്തു. എന്റെ 4 കുഞ്ഞുങ്ങളും മരിച്ചു, എന്റെ ഹസ്ബൻഡും മരിച്ചു, ഇവന്റെ മരണം എനിക്ക് കാണാൻ കഴിയുന്നില്ല. அந்த அநாதசாலையில ஒரு ஊழியக்காரருடைய கரத்துல கொடுத்துட்டு பணமாய் சொன்னா, இவருடைய 4 முன்பா இருந்த 4 குழந்தைகளும் இறந்து போனார்கள், இவருடைய மரணத்தை எனக்கு பார்க்க வேண்டாம் என்று சொல்லி അവൾ അവിടുന്ന് പോയി. அங்கிருந்து புறப்பட்டு போனார். ആമേൻ. അത് ആ മാതാവ് മരിച്ചു. அந்த தாயார் இறந்து போனார்கள். ഈ കുഞ്ഞിന്റെ ആമേൻ വളർന്നു വന്നു. இந்த பிள்ளை வளர்ந்து வந்தா ഈ കുഞ്ഞൊരു ഡിസിഷൻ എടുത്തു. இந்த பிள்ளை ஒரு தீர்மானத்தை எடுத்தா. എന്റെ ജീവിതം രക്ഷിക്കാൻ കഴിയാത്ത ഒരാളെയും, என்னுடைய வாழ்க்கையை ரட்சிக்க முடியாத ஒரு தெய்வத்தையும் അവൻ ഞാൻ ഇനി മുതൽ ആരാധിക്കത്തില്ല. ഇന്ന് മുതൽ ഞാൻ സേവിക്ക മാട്ടേൻ. എനിക്ക് ആയുസ് തന്ന ഈ ജീവനുള്ള ദൈവത്തെ ഞാൻ ഇന്ന് മുതൽ ആരാധിക്കും, അവനെ സേവിക്കുമെന്ന് പറഞ്ഞു. ആ ബലമുള്ള കയ്യിൽ അവൻ താണിരിക്കുകയാണ്. எனக்கு வாழ்க்கை தந்த, எனக்கு ஜீவன் தந்த இந்த தெய்வத்தை, ஜீவனுள்ள தெய்வத்தை நான் ஆராதிப்பேன் என்று அந்த கரத்துக்குள் அடங்கி இருக்க ஆரம்பித்தார். എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, என்னை കേൾക്കുന്ന ദൈവ പിള്ളകളെ, എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. எனக்கு ஒரு செய்தி உங்களுக்கு சொல்ல உண்டு. ശാപത്തെ മാറ്റുന്ന ഒരു കരം, ഉന്നയുടെ ശാപത്തെ മാറ്റുകിற കരം. ആമേൻ. നീ എവിടെ പരാജയപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ഞെരുക്കങ്ങളിൽ ആമേൻ യോസേപ്പേ നിന്നെ ഉയർത്തിയെടുക്കുന്ന ഒരു കരം. നീ എങ്ക തോറ്റു പോനായോ, നീ എങ്ക നെരുക്കപ്പെട്ടായോ, അങ്ങേ ഉന്നെ ഉയർത്തുകിற ഒരു കരം. മോശേ, നീ പരാജയപ്പെട്ടെടുത്ത് നിന്റെ കൂടെ വരുന്ന ഒരു കരം. നീ തോറ്റു പോന്നിടത്ത് ഉൻ കൂടെ വരുകിற ഒരു കരം. ആമേൻ, ആമേൻ. നമുക്കറിയാം, അതിനുശേഷം ഏലിയാവിന്റെ അടുത്ത് പറയുക, നിരാശനായിരിക്കുന്ന ഏലിയാവിന്റെ കൂടെ ബലം പകരുന്ന ഒരു കരം. സോർന്നു പോയി തളർന്നു പോന എലിയാവോട് കൂടെ വന്ന அந்த കരം. ആമേൻ. നിങ്ങൾക്കറിയാമോ, തകർന്നു പോയ മണ്ണിനെ പണിതെടുക്കുന്ന കുശവന്റെ ഒരു കരം. ഉടൈந்து കെട്ടിപ്പോന മണ്ണിനെ മറുപടിയും ഉരുവാക്കുന്ന அந்த കരം. ആമേൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടു, ആമേൻ, പത്രോസിനോട് പറഞ്ഞതുപോലെ അതുകൊണ്ട് ആ ബലമുള്ള കൈകളിൽ ഒന്ന് താണിരിപ്പി. അതിനാൽ அந்த ബലമുള്ള കരത്തുக்குள்ள അടങ്ങി ഇരുங்கள். ഇന്ന് രാത്രികാലം ഞാൻ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. இந்த இரவு நான் ஒரு செய்தி சொல்லுகிறேன். ആ കരം നമ്മുടെ മധ്യത്തിൽ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് അത് കാണുന്നുണ്ട്? എത്ര പേര് അത് കാണുകീர்கள்? അതിന്റെ പേരാണ് അദൃശ്യകരം. അത് ഞാൻ കാണ മുടിയാத കരം. കാട്ടിലിരുന്ന് നൃത്തം ചെയ്ത ദാവീദിനെ രാജസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ആ കരം. കാട്ടുക്കുള്ളിരുന്ന് നടനമാടുന്ന ദാവീദை രാജസ്ഥാനത്തുക്കുൾ കൊണ്ടുവന്നത്. ശാപത്തിൽ കിടന്ന മോവാബി സ്ത്രീയായ രൂത്തിനെ ആമേൻ ശ്രേഷ്ഠ പദവി നൽകി ദാവീദിന്റെ ആമേൻ ആമേൻ മുത്തശ്ശിയായി കൊണ്ടുവരുവാൻ കൊണ്ടുവന്ന പ്രാപ്തിയുള്ള ആ കരം. ശാപത്തിൽ ഇരുന്ന മോവാബിയ സ്ത്രീயான ரூத்தை தாவீதுன் பெரிய தலைமுறைக்குள்ள கொண்டு வரும்படியாக இறக்கப்பட்ட ദൈവകരം. നീ അറിയാത്ത കരം നിന്റെ പിന്നിലുണ്ട്. നീ അറിയാത്ത ഒരു ദൈവകരമും കണ്ടത്. നിനക്കറിയാമോ, എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ, എസ്തേറിന്റെ പുസ്തകത്തെ വാസിക്കുമ്പോൾ അവിടെ ഒരു ദൈവത്തെ കുറിച്ചൊരു വാചകം അതിനകത്ത് കാണുന്നില്ല. അതിൽ ദേവനെ കുറിച്ചുള്ള വാക്യം അതുക്കുള്ള ഇരിക്കാതെ. പക്ഷെ അതിന്റെ പിന്നിൽ അവൾ അറിയാത്തൊരു അദൃശ്യ കരമുണ്ടായിരുന്നു അവളെ രാജസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ. അതൊക്കെ பின்னாடி அவள் அறியாத ஒரு கரம் இருந்தது, அவளுடைய ராஜஸ்தானத்துல கொண்டு வரும்படிக்கு. ഇന്ന് മാർത്താണ്ഡത്തിലുള്ള നിങ്ങളോട് ഒരു ദൂത് എനിക്ക് വിളിച്ചു പറയാനുണ്ട്. இங்க இருக்கிற பிள்ளைகளோடு உங்களோட ഒരു செய்தியை சொல்ல விரும்புகிறேன். ഒരുപക്ഷേ നിങ്ങൾ എസ്തേറിനെ പോലെ കരം കാണാതിരിക്കുകയായിരിക്കും. நீங்கள் ஒருவேளை எஸ்தரை போல உங்க பின்னாடி இருக்கிற கரத்தை காணாதவர்களாக இருக்கலாம். ദാവീദിനെ പോലെ നിങ്ങൾ കാട്ടിൽ നൃത്തം ചെയ്യുകയായിരിക്കാം. நீங்கள் ஒருவேளை தாவீதை போல വനാന്തരത്തിல നടനമാടി കൊണ്ടിരിக்கலாம். ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. இந்த இரவு தேவனுடைய வார்த்தையை ஆலோசனை உங்களுக்கு சொல்லுகிறேன். നീ അറിയാത്തൊരു കരം നിന്റെ പിന്നിലുണ്ടെന്ന് മറന്നു കളയരുത്. നിങ്ങൾ അറിയാത്ത ഒരു കരം உங்களுக்கு பின்னாடி இருக்கிறமே மறந்து போகாதீங்க. ആമേൻ. നീ അറിയാത്തൊരു കരം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കരം നിന്റെ പിന്നിലുണ്ട്. നിങ്ങൾ അറിയാതെ ഉങ്ങളെ ആശീർവദിക്കുന്ന ഒരു കരം உங்களுக்கு பின்னாடி ഉണ്ട്. ആമേൻ. ആ കരം ഇന്ന് രാത്രികാലം ഇവിടെയുണ്ട്. அந்த கரம் இந்த இரவும் இங்கே ഉണ്ട്. കൊട്ടാരക്കരയിൽ ഒരു യൂത്ത് ക്യാമ്പ് നടക്കുകയാണ്. அந்த നാൾക്കുള്ള കൊട്ടാരക്കര എന്നുള്ള പട്ടണത്തിൽ ഒരു വാലിബർ മുகாம் നടന്നത്. ആഫ്റ്റർനൂൺ സെക്ഷനായി എനിക്ക് കിട്ടിയത്. മധ്യാഹ്നത്തെ പിറകുള്ള அந்த പകുതി தான் எனக்கு கிடைத்தது. സാധാരണ വയറു നിറച്ച് ബിരിയാണിയും കഴിച്ച് ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമുക്ക് എന്താ വരുന്നത്? நிறைய சாப்பாடு சாப்பிட்ட பிறகு மத்தியானத்துக்கு பிறகு நமக்கு என்ன தானாக வரும்? ഞാനും വിചാരിച്ചു കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങാൻ പോവുകയായിരിക്കും. நான் நினைச்சேன் எல்லாரும் தூக்கத்துல போவாங்க. ദൈവത്തിന്റെ നാമത്തിൽ വചനവും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. நான் கர்த்தருடைய நாமத்தில் வசனവുമായി எழும்பி நின்னேன். ആമേൻ. നിങ്ങൾക്കറിയാമോ, ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ
ദൈവത്തിന്റെ അഭിഷേകം ഇവിടെ പകരപ്പെടുന്നത് കാണുവാനിടയായി அங்கே ஒவ்வொரு பிள்ளைகள் மேலும் கர்த்தருடைய வல்லமை இறங்குவதை நான் பார்த்தேன். ദൈവത്തിന്റെ കരം ഓരോരുത്തരുടെ മേലും വെക്കുന്നതായി കാണാൻ കഴിയും. பிரகாரமாய் கர்த்தருடைய அபிஷேகம் ஒவ்வொரு பிள்ளைகள் மேலும் இறங்குவதை பார்த்தேன். ആമേൻ. നിങ്ങൾ അറിയാത്തതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച വെളിപ്പെടുന്ന സമയങ്ങളായത്. நீங்கள் தெரியாமலே உங்களுக்குள்ள வெளிப்படக்கூடிய ஒரு அபிஷேகம் வெளிப்படக்கூடிய நாட்கள். ഇന്ന് രാത്രിയിലും ആ സാന്നിധ്യം വ്യാപരിക്കും. இந்த இரவும் அந்த தெய்வ பிரசன்னம் നാളുകളായി കഴിയാത്തത് ഇന്ന് രാത്രി ചെയ്യപ്പെടും. நாட்களால் முடியாதது இன்றைக்கு இரவு செய்யக்கூடும். എന്നോടൊന്ന് ഇടപെടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? என்னிடத்துல கர்த்தர் கிரியை செய்யணும்னு எத்தனை பேர் விரும்புகிறீங்க? ഈ കരം എന്റെ തലയിൽ ഒന്ന് വെക്കണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? இந்த கரம் என் மேல் ஒன்னு வைக்கணும்னு எத்தனை பேர் விரும்புகிறீங்க? ഈ കരത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശിരസിൽ വെക്കാൻ പോകുകയാ. இந்த நீங்கள் அறியாமல் இந்த கரத்தினுடைய பிரசன்னம் உங்க சிரசின் மேல வைப்பதை അതാ യെശയ്യാ വിളിച്ചു പറഞ്ഞത്. அதனால தான் യേശയ്യാ യുണമായി சொன்னா, നീ ഭയപ്പെടണ്ട, நீ பயப்பட வேண்டாம், ഞാൻ നിന്നോട് കൂടെയുണ്ട്, நான் உன்னோடு கூட இருக்கிறேன், ഭ്രമിച്ചു നോക്കണ്ട, திகைத்து போகாதே, ഞാൻ നിന്റെ ദൈവമാകുന്നു, நான் தேவன், ആമേൻ, ഞാൻ നിന്നെ ശക്തീകരിക്കും, நான் உன்னை பலப்படுத்தி, ഞാൻ നിന്നെ സഹായിക്കും, நான் உனக்கு சகாயம் பண்ணுவேன், എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, என் நீதியின் வலங்கரத்தினால் நான் உன்னை தாங்குவேன், എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ என் താങ്ങും. நீதியின் வலங்கரத்தினால் நான் உன்னை ഇത് தாங்குவேன். ആരോടെങ്കിലും ഭയത്തോടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, இங்கே பயத்தோடு இந்த இடத்துல யாராவது வந்திருப்பீர்களே, ஆனால் പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, பரிசுத்தாவே உன்னமாய் சொல்லுகிறார், ഭയപ്പെടണ്ട, பயப்பட வேண்டாம், ഞാൻ നിന്റെ ദൈവമാകുന്നു, நான் உன் தேவனாய் இருக்கிறேன், ഭ്രമിച്ചു നോക്കണ്ട, கலங்கி போக வேண்டாம், ഭ്രമിക്കുന്ന വിഷയങ്ങളാ മൊത്തം ഉള്ളത്, திகைத்து போக வேண்டிய காரியங்கள் தான் நிறைய உள்ளது. ഭ്രമിച്ചു നോക്കണ്ട, திகைத்து போக ഞാൻ வேண்டாம், നിന്റെ ദൈവമാകുന്നു, நான் உன் தேவன், ഞാൻ നിന്നെ ശക്തീകരിക്കും, நான் உன்னை பலப்படுத்துவேன், എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. என் நீதியின் வலங்கரத்தினால் நான் உன்னை தாங்குவேன். എത്ര പേർക്ക് ആവശ്യമുണ്ട് ഈ നീതിയുള്ള വലം കൈ എന്റെ പേരൊന്ന് எத்தனை വെക്കണം? பேருக்கு தேவை இந்த நீதியின் வலங்கை? എന്റെ എത്ര പേർ താല്പര്യമുണ്ട് എന്റെ കുടുംബത്തിൽ ഈ നീതിയുള്ള വലം കൈ ഒന്ന് எத்தனை பேர் വെളിപ്പെടണം? விரும்புகிறீங்க? எத்தனை பேர் வாஞ்சிக்கிறீங்க? என் குடும்பத்துக்குள்ள அந்த நீதியின் வலங்கை എന്റെ வேணும். തലമുറയുടെ മേൽ ഈ നീതിയുള്ള വലം കൈ ഒന്ന് വെക്കണം. சந்ததியின் மேல நீதியின் வலங்கை வைக்க வேண்டும். ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് തൊടാൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ. இரவேல பரிசுத்தாவி அந்த இடத்துல வந்திருக்கிறார். കാൽവരി കൊലക്കളത്തിൽ നിനക്ക് വേണ്ടി ആഴിപ്പാണിപ്പഴുതുള്ള കരമായി നസ്രയനായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. கல்வாரி மலையில் கொலை செய்யப்பட்ட இடத்துல ஆமென் பிரைஸ் தி லார்ட் அந்த ஆணி அடிக்கப்பட்ட கரமாய் இந்த இடத்துல ஆண்டவர் இந்த இடத்துல வந்திருக்கிறார். അപ്പാ എന്നെ ഒന്ന് തൊടണമേ ആ കരം. என்னை ஒன்று தொட வேண்டுமே ஆண்டவரே. എനിക്ക് അഭിഷേകത്തിന്റെ സാന്നിധ്യം ഒന്ന് വേണം. அந்த அபிஷேகத்தின் வல்லமை எனக்கு வேண்டும். നാളുകളായി അലട്ടുന്ന രോഗത്തിൽ എനിക്കൊന്ന് വിടുതൽ വേണം. நாட்களாக என்னை தள்ளிப்படுத்தி கொண்டிருக்கிற அந்த வியாதியில் எனக்கு ஒரு விடுதலை வேணும். എന്റെ കുടുംബത്തിൽ മാറാത്ത പ്രശ്നത്തിന് ഒരു പരിഹാരം എനിക്ക് വേണം. குடும்பத்தின் மாறாத பிரச்சனைக்கு ஒரு தீர்வு எனக்கு வேணும் എന്നെ ஆண்டவரே. ഈ പാപത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണം. என் பாவத்தில் எனக்கு வெளியே வர வேண்டும் அப்பா. അമ്മ ഈ കരത്തിന്റെ സ്പർശനം എത്ര പേർക്ക് ആവശ്യമുണ്ട്? இந்த கரத்தின் தொடுதல் எத்தனை பேர் விரும்புகிறீங்க? അമ്മ ഒരു നിമിഷം ആ കരത്തിന്റെ സ്പർശനം വേണ്ടി വരുന്ന എഴുന്നേറ്റ് നിന്നാട്ടെ. அந்த கரத்தின் தொடுதல் வேண்டும் என்று சொல்லுறவங்க அப்படியே ஒரு நிமிഷം எழும்பி நிற்கலாமே. ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം അനുഭവിക്കാൻ പോകുകയാണ്. தேவனுடைய கரத்தின் தொடுதலை நீங்கள் அனுபவிக்க போறீர்கள். നമ്മൾ ഒരുമിച്ച് ഇവിടെ ആമേൻ 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 സഹോദരന്മാർ മുന്നോട്ട് വന്ന് നമ്മൾ ഒരുമിച്ച് ഒരു പാട്ട് പാടാൻ പോകുകയാണ്. സഹോദരர்கள் മുன்னாடி கடந்து ഒരുമിച്ച് പാട്ട് പാടുவார்கள். നിങ്ങൾ ആരും കണ്ണുകളെ തുറക്കണ്ട. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഒന്ന് വെക്കട്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. நீங்கள் யாரும் കണ്ണുകളെ திறக்க வேண்டாம். தேவனுடைய கரம் மட்டும் உங்கள் மேல் வந்து அமரட்டும் என்று ஜெபிங்க. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നോക്കണ്ട. அங்கும் இங்கும் யாரும் பார்க்க வேண்டாம். ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടാൻ പോകുകയാണ്. தேவனுடைய பிரசன்னம் இந்த இடத்துல வெளிப்பட போகிறது. കർത്താവേ ഈ ബലമുള്ള കരം എന്നെ ഒന്ന് സ്പർശിക്കണമേ. ദൈവമേ ബലമുള്ള കരം എന്നെ തൊടട്டும். എന്റെ കുടുംബത്തെ ഒന്ന് തൊടണമേ. என் குடும்பத்தை தொடட்டும். ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. எல்லாரும் அப்படி ஜெபித்துக் கொண்டிருங்க. ഓ റഖാനിയാന്തര അന്തൽഖനാശിയാന്തര. അവൻ ആരും നോക്കണ്ട. അവൻ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ തരുന്നത് പോലെ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. நீங்கள் யாரையும் மத்தவங்களை பார்க்க வேண்டாம். பரிசுத்த ஆவியானவர் உங்களை எப்படி ஏவுறாரோ அப்படி ஜெபிக்க ஆரம்பிங்க. മാർത്താണ്ഡത്തിൽ ആ ബലമുള്ള കരം വന്നിട്ടുണ്ട്. இந்த இடத்துல அந்த பலமுள்ள கரம் வந்துട്ടുണ്ട്. ആ ആണിപ്പഴുതുള്ള കരം നിന്റെ ശിരസിൽ ഒന്ന് വെക്കുവാൻ. ஆணி அடிக்கப்பட்ட கரம் உங்கள் சிரசில் வைக்கும்படிக்கு. അതുകൊണ്ട് ആ ബലമുള്ള കരത്തിൽ ഒന്ന് താണിരിപ്പി. அந்த பலமுள்ள கரத்துக்குள்ள அடங்கி இருங்க. അല്പനേരം ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. அற்புதம் கொஞ்ச நேரம் அதுக்கு நம்ம பிரதிபதி சொல்லுங்க. നിങ്ങൾ പ്രാർത്ഥനയിൽ ഒന്ന് ആമേൻ പ്രതികരിച്ചാട്ടെ. ஆமென் சொல்லி ஆண்டவரத்துல அது நம்ம சொல்லுங்க. അന്യഭാഷയിൽ ഒന്ന് പ്രതികരിച്ചാട്ടെ. அந்நிய பாஷை சொல்லி ஆண்டவரை ദൈവ துதிங்க. സാന്നിധ്യത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. தேவ பிரசன்னத்துக்குள்ள உங்களை ஒப்புக்கொடுங்க. ഇന്ന് രാത്രികാലം ചിലതിനെ തൊടുന്ന രാത്രിയായി മാറുകയാണ്. அநேகரை கத்த தொடுகிற இரவு இது. ഇന്ന് രാത്രികാലം ചില വിഷയത്തിന് ദൈവാത്മാവ് പരിഹാരം അയക്കുന്ന രാത്രിയായി காரியங்களுக்கு கத்த தீர்வு தருகிற நேரம் இது. നിന്റെ കുടുംബത്തിന്റെ വിഷയത്തെ മാറ്റുന്ന രാത്രിയായി
മാറുകയാണ്. കുടുംബത്തിൽ പ്രശ്നയെ മാറ്റുகிற இரவு. ആ ബലമുള്ള കരം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. அந்த பலமுள்ள கரம் இதற்குள் வெளிப்படுகிறது. അല്പനേരം ആത്മാവിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ട് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഭയിലേക്ക് ഇറങ്ങി വരട്ടെ, ജനക്കൂട്ടത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ. രക്തം ചെയ്യപ്പെടുക്കുന്നു. നമ്മൾ ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാക്കും കരങ്ങൾ ഉണ്ടെനക്ക് കാത്തിടുവാൻ കിരുബയാലേ. കാക്കും കരങ്ങൾ ഉണ്ടെനക്ക് കാത്തിടുവാൻ കിരുബയാലേ. ഹല്ലേലൂയ. പാടി പാടി അലൈകളെ நான் தாண்டிடுவே. ஹல்லேலூயா. பாடி பாடி அலைகளை நான் தாண்டிடுவே. நம்புவே இயேசுவை, நம்புவே இயேசுவை, நம்புவே இயேசுவை, நம்புவே இயேசுவை. நிந்தனைகள் போராட்டம் வந்து நீதியின் தேவன் தாங்கினாரே. நிந்தனைகள் போராட்டம் வந்து நீதியின் தேவன் தாங்கினாரே. நேச கோடி என்மேல் பறக்க நேசருக்காய் ஜீவித்திடுவே. நேச கோடி என்மேல் பறக்க நேசருக்காய் ஜீவித்திடுவே. நம்புவே இயேசுவை, நம்புவே இயேசுவை, நம்புவே இயேசுவை, நம்புவே இயேசுவை. காக்கும் கரங்கள் உண்டெனக்கு காத்திடுவார் கிருபையாலே. காக்கும் கரங்கள் உண்டெனக்கு காத்திடுவார் கிருபையாலே. அல்லேலூயா. பாடி பாடி அலைகளை நான் தாண்டிடுவேன். 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 நம்புவேன் இயேசுவை, நம்புவேன் இயேசுவை, நம்புவேன் இயேசுவை, நம்புவேன் இயேசுவை. காக்கும் கரங்கள் உண்டெனக்கு காத்திடுவார் கிருபையாலே. 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 அல்லேலூயா. பாடி பாடி அலைகளை நான் தாண்டிடுவேன். 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 நம்புவேன் இயேசுவை, நம்புவேன் இயேசுவை, நம்புவேன் இயேசுவை, உணர்வு வெளிப்படட்டு. ஜனத்தின் மேல் உணர்வு வெளிப்படட்டு. தெய்வ ஸ்பர்சனம் வெளிப்படட்டு. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം
ജനത്തിന്റെ മേൽ വെക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ കരം ജനത്തിന്മേൽ വന്ന് അമരുവதாக. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വ്യാധികൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വ്യാധി കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. പിശാച് ബന്ധങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ വെളിയെ വരുവാ. യെസ്. വിവരശാധാരിയധര അത്തൽക്കവന ദുരിയധര ദൽക്കനവരിയധര. ആത്മാവിന്റെ ശക്തി ചിലതിന് മേൽ വെളിപ്പെടുന്ന. ഓ, പവർ ഓഫ് ഗോഡ്, ദ പവർ ഓഫ് ഗോഡ്. യേശുവിന്റെ ശക്തി. ഓ റബബബബബബബബബ. അന്യഭാഷയിൽ 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 ആണിപ്പഴുതുള്ള കരമൊന്ന് വെച്ചാട്ട്. ഓ, ദൈവത്തിന്റെ കരം. കെട്ടുകൾ അഴിയപ്പെടട്ടെ. ജനത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിയപ്പെടട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് ഇരവ് ദേവന്റെ ക്രിയ വെളിപ്പെടട്ടെ. രോഗബന്ധനം അഴിയ. ഓ, വ്യാധി കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. മണ്ഡലങ്ങൾ അഴിയപ്പെടുകയാണ്. ഓ, ജയമെടുക്കുക. ജയമെടുക്കുക. യേശുവിന്റെ രക്തം ജയമെടുക്കുക. യേശുവിന്റെ രക്തം ജയമെടുക്കുക. യേശുവിന്റെ രക്തം ജയമെടുക്കുക. ജനത്തിന്റെ മേൽ, ജനത്തിന്റെ മേൽ, ജനത്തിന്റെ മേൽ. ഓ, ശിവര ഓ, ശിവര ദൈവ സാന്നിധ്യം. ഓ, Lord, we come before your throne. சமூகத்துக்கு முன்பாக வருகிறோம். Lord, we bow down before you, Master. நாங்கள் உமக்கு முன்பாக வணங்குகிறோம் ஆண்டவரே. Thank you, Lord, for your presence. உம்முடைய பிரசன்னத்திற்காக நன்றி. Thank you, Lord, for touching your people. உம்முடைய பிள்ளைகளை தொட்டபடியால் உமக்கு நன்றி. Thank you, Lord, for healing your people. பிள்ளைகளை சௌக்கியமாக்கினபடியால் உமக்கு நன்றி. Thank you, Lord, for your strong, powerful hand. உம்முடைய வல்லமை உள்ள கரத்திற்காக உமக்கு நன்றி. Thank you, Lord, for you touching them and healing them, Master. உம்முடைய பிள்ளைகளை எல்லாம் கத்த தொட்டு சுகப்படுத்தினபடியால் உமக்கு நன்றி. Thank you, Lord, for your anointing us. உம்முடைய அபிஷேகம் நிரப்பினபடியால் உமக்கு நன்றி. Thank you, Lord, for your anointing. நன்றி பா, உமக்கு அபிஷேகத்துக்காக நன்றி. Thank you, நன்றி. Lord, for your anointing. உம்முடைய அபிஷேகத்துக்காக நன்றி. ரிபரரர ஷதரியா தராதல்கனா. ஓ, ஷிபரபபபபபபபப. ജനത്തിന്റെ മേലുള്ള അഭിഷേകത്തിനായി നന്ദി അപ്പാ. ജനത്തിന്മേൽ இருக்கிற അഭിഷേകത്തിനായി ഉമക്ക് നന്ദി. ഒരു വലിയ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടുന്നതിനായി നന്ദി. ഒരു പെരിയ ദൈവ പ്രസന്നം നടത്തുന്ന വെളിപ്പെടുന്നതിനായി ഉമക്ക് സ്തോത്രം. അങ്ങയുടെ ബലമുള്ള കരം അവരുടെ മേൽ വെച്ചതിനായി നന്ദി. அந்த ബലമുള്ള കരം അവരുടെ മേൽ வைத்தതിനാൽ ഉമക്ക് സ്തോത്രം. ഓ, യോസേഫിന്റെ കൂടിരുന്ന കരം, യോസേഫോട് കൂടെ ഇരുന്ന കരം, മോശയുടെ കൂടിരുന്ന കരം, മോശയോട് കൂടെ ഇരുന്ന കരം, ഏലിയാവിന്റെ കൂടിരുന്ന കരം, എലിയാവോട് കൂടെ ഇരുന്ന കരം, കുശവന്റെ ആ യെരമ്യാവിന്റെ പുസ്തകത്തിലുള്ള കരം, ഓ ഇസ്രായേൽ ജനങ്ങളോട് കൂടെ ഇരുന്ന കരം, പത്രോസിൽ പറയുന്ന ആ കരം, പേതുരുവോട് சொன்னவர் அந்த കരം, ഇന്ന് ആ ആണിപ്പഴുതുള്ള കരം அந்த ஆணி அடிக்கப்பட்ட கரம். Thank you, Jesus. Thank you, Lord, for your powerful hand. உம்முடைய வல்லமையுடைய கரத்துக்காக உமக்கு நன்றி. In Jesus name. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.